Hi guys, good morning. Recordings in ചെറിയൊരു issue ഉണ്ടായിരുന്നു. Let's start today's session. Before we start, let me introduce you to myself. Myself Suraj. I'm the founder and CEO of G Plus One. ഇന്നത്തെ ഈ ഒരു ലൈവ് ട്രേഡിംഗ് സെഷൻ ഞാനാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇന്നലത്തെ ക്ലാസ് ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ ലൈവ് മാർക്കറ്റിനകത്ത് എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കേണ്ടത്, എങ്ങനെയാണ് മാർക്കറ്റിനെ അനലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈവ് മാർക്കറ്റിനകത്ത് ആ സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് എടുക്കാമെന്നും അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോഫിറ്റബിൾ ആവാം എന്നുള്ളതൊക്കെയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഓപ്ഷൻ കോൺട്രാക്ട്സും എല്ലാം തന്നെ ഓൺലി ഫോർ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് കണക്കാക്കരുത്. സോ ഓൺലി ഫോർ സ്റ്റഡി പർപ്പസിനായിട്ട് കണക്കാക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിനകത്ത് ചോദിക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഓൺ ടൈമിൽ ക്ലിയർ ചെയ്യുന്നതാണ്. ഓക്കെ ബ്രോ, ലൈവ് ലാഗ് ആണ്. സോ ആർക്കെങ്കിലും ലാഗ് ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ടോ? എന്റെ വോയിസും അതുപോലെ തന്നെ എന്നെ കാണുന്നതും എല്ലാം ഓക്കെ ആണെങ്കിൽ പ്ലീസ് ഗിവ് മി എ തം. പ്ലീസ് ഗിവ് മി എ തം. പ്ലീസ് ഗിവ് മി എ തം. ഓക്കെ. സോ അതാരാ പറഞ്ഞത്? ഓക്കെ, ദീപക് ബ്രോ മൈറ്റ് ബി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം എൻട്രീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രം എൻട്രീസ് കാര്യങ്ങളൊക്കെ പ്രിഫർ ചെയ്യുക. നമുക്ക് മാർക്കറ്റിലോട്ട് പോവാം. ലെറ്റ് മീ ജസ്റ്റ് ഷെയർ മൈ സ്ക്രീൻ. ഓക്കെ, സോ നമുക്ക് ഇനിഷ്യലി മാർക്കറ്റ്സിന്റെ ഒരു ഓവറോൾ അനാലിസിസ് നടത്താം. ഓക്കെ, നിഫ്റ്റി ഉൾപ്പെടെയുള്ള എല്ലാ ഇൻഡെക്സുകളും അത്യാവശ്യം നന്നായിട്ട് ഡൗൺലോഡ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ 30 മിനിറ്റ് നമ്മൾ എൻട്രീസ് കാര്യങ്ങളൊന്നും പ്രിഫർ ചെയ്യാറില്ല. 30 മിനിറ്റിന് ശേഷമാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ള എൻട്രീസ് വരുന്നത്. സോ 9:45 ശേഷമായിരിക്കും നമ്മൾ ലൈവ് മാർക്കറ്റിനകത്ത് എൻട്രീസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നോക്കി തുടങ്ങുന്നത്. നമുക്കിപ്പോ മാർക്കറ്റിന്റെ ഒരു ഓവറോൾ അനാലിസിസ് നോക്കാം. ഇപ്പൊ കറന്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 23,514 റേഞ്ചാണ്. അപ്പോ മാർക്കറ്റിനകത്ത് നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല താഴെയാണ്. 23,403 റേഞ്ചാണ് നെക്സ്റ്റ് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത് മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചിട്ട്. ഇൻ കേസ് ആ ഒരു റേഞ്ച് കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,352 എന്ന് പറയുന്ന ഒരു ഏരിയ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടാണ്. ഇനി അപ്സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,584, അതുപോലെ തന്നെ 23,635, 23,693 എന്നീ ഏരിയാസ് ഒക്കെ അത്യാവശ്യം നല്ല ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയാസ് ആണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഈ ലെവൽസ് നമ്മുടെ ഡിസ്കോഡിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൺഫ്യൂഷൻസ് ഉള്ളവർ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തവർ നേരെ ഡിസ്കോഡിനകത്ത് നോക്കുക. ഓക്കെ, സോ നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ലെവൽസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ആൻഡ് ഫിൻ നിഫ്റ്റി നോക്കിയിട്ട് നമുക്ക് എൻട്രീസിലോട്ട് പോവാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയും കറന്റ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വലിയ ലോ ബ്രേക്ക് ആയാണ് നിൽക്കുന്നത്. അപ്പോ ഓക്കെ, ബാങ്ക് നിഫ്റ്റിക്കകത്ത് ആക്ച്വലി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഒരുപാട് താഴെയാണ്. ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ലൊരു ബിയറിഷ് ട്രെൻഡ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ ലൈക്ക് മാർക്കറ്റിന്റെ കണ്ടീഷൻ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി കറന്റ്ലി ഉള്ള ലെവൽ വെച്ചിട്ട് ബാങ്ക് നിഫ്റ്റി ഉൾപ്പെടെയുള്ള എല്ലാ ഇൻഡെക്സുകളും ഡൗൺ സൈഡിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ. സോ നമുക്ക് നോക്കാം. ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും നമ്മുടെ ഡിസ്കോഡിനകത്ത് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഡിസ്കോഡ് ചെക്ക് ചെയ്യാം. ഓക്കെ, നിഫ്റ്റി കയറാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ആസ് ഓഫ് നോ
ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിഫ്റ്റി കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെയും ഇമ്പോർട്ടന്റ് ലെവൽസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ആരും എന്നെ വാട്സപ്പിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കരുത്, ഞാൻ അവൈലബിൾ അല്ല, ലൈവിലിരിക്കുന്നത് കൊണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാറ്റ് ബോക്സിനകത്ത് ചോദിക്കാൻ നോക്കുക. അപ്പോഴായിരിക്കും എനിക്ക് ലൈക്ക് മറുപടി പറയാൻ പറ്റുന്നത്. സൽമാൻ ഫൈസ് ബ്രോ ഓൾറെഡി റെക്കോർഡ് സെഷൻ ഷെയർ ചെയ്തു. അഭിജിത് ബ്രോ ഫോറക്സിന്റെ ലൈവ് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ്. മാർക്കറ്റ് പ്രൊഫൈലിൽ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്. ദീപക് ബ്രോ, ഇതിനകത്ത് ആ വാല്യൂരിയ ഹൈസ് ആൻഡ് ലോസ് പിന്നെ POC ലെവൽസ് ഇതെല്ലാം നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും മാർക്കറ്റിനകത്ത്. ഓക്കെ, സോ നമുക്ക് ഫിൻനിഫ്റ്റി നോക്കാം. ഫിൻനിഫ്റ്റിയും എഗൈൻ ഇന്നത്തെ വാല്യൂ ഏരിയ ലോ ബ്രേക്ക് ആയിട്ടാണ് കറന്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഡൗൺ സൈഡിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ലെവൽസ് ഒന്നും അസ് ഓഫ് നോ മാർക്കറ്റിനകത്ത് ഇല്ല. എന്നാലും ലെറ്റ്സ് സീ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇന്നലത്തെ പോലെ എല്ലാവരും കാൽക്കുലേറ്റർ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചോളൂ. ഞങ്ങളടുത്ത് സഡൻ ആയിട്ട് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കും, നിങ്ങൾ അതെനിക്ക് പറഞ്ഞു തരണം. അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എൻട്രീസ് ഇന്നത്തെ ദിവസം മൂവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. അഡ്വാൻസ് ആയിട്ട് തന്നെ നിഫ്റ്റിയുടെയും ഫിൻനിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും പുട്ട് ഓപ്ഷൻസ് ഇൻ ദ മണി ഓപ്ഷൻ അറ്റ് ദ മണി ഓപ്ഷൻസ് നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടാം. കാരണം സോ നമ്മൾ എൻട്രിക്ക് പോകുന്ന സമയത്ത് ആ ഒരു ലേഗ് വരണ്ടല്ലോ. ഓക്കെ, ഞാൻ ഏതൊക്കെയാണ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തതെന്ന് പറയാം, എല്ലാവരും ജസ്റ്റ് നോക്കുക. ഫിൻനിഫ്റ്റിയുടെ 25,000ന്റെ പുട്ടാണ് ഞാനിപ്പോ കറന്റ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ 51,500ന്റെ പുട്ട് ഓപ്ഷനാണ് ഞാൻ കറന്റ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. നിഫ്റ്റി ഞാൻ ഓൾറെഡി ആഡ് ചെയ്തു. ഓക്കെ, അടുത്തതാണ്. ഓക്കെ, നിഫ്റ്റി ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് 23,550ന്റെ പുട്ട് ഓപ്ഷൻ ആണ്. നമുക്ക് നോക്കാം മാർക്കറ്റിനകത്ത് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം, നമ്മുടെ ട്രേഡ് സെറ്റപ്പ് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇന്നത്തെ ദിവസം ഒരു എൻട്രി എടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, സോ നമ്മുടെ ട്രേഡ് സെറ്റപ്പ് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് മാത്രം എൻട്രീസ് എടുക്കാം. ഓക്കെ, കറന്റ്ലി എല്ലാ ഇൻഡെക്സുകളും വാല്യൂ ഏരിയസിനെ ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത് അപ്പാർട്ട് ലൈക്ക് മിഡ് ക്യാപ് നിഫ്റ്റി. സോ എനിക്ക് തോന്നുന്നു നമുക്ക് മിഡ് ക്യാപ് നിഫ്റ്റിക്കകത്ത് ആദ്യം ഒരു എൻട്രിക്കുള്ള പോസിബിലിറ്റി നോക്കാം, എന്നിട്ട് ബാക്കി ഇൻഡെക്സുകളിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. മിഡ് ക്യാപ് നിഫ്റ്റി ലൈറ്റ് ആയിട്ട് റിക്കവർ ആവുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ഓക്കെ, മിഡ് ക്യാപ് നിഫ്റ്റിക്കകത്ത് നമുക്ക് എൻട്രി ഉള്ളത് 11,587 റേഞ്ചും ബ്രേക്ക് ചെയ്താലാണ്. സോ നമുക്ക് പുട്ട് ഓപ്ഷൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം ആദ്യം. ഓക്കെ, മിഡ് ക്യാപ് നിഫ്റ്റിയുടെ 11,625ന്റെ പുട്ട് ഓപ്ഷനാണ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. കറന്റ് 271 രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എല്ലാവരും വാച്ച് ചെയ്യുക. നമ്മുടെ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത് 11,587 ആണ്. 11,618 കറന്റ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ നമ്മുടെ എൻട്രി പ്രൈസും അതുപോലെ തന്നെ കറന്റ് മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? മിഡ് ക്യാപ് നിഫ്റ്റി എനിയോട് ചാറ്റ് ബോക്സിനകത്ത് 11,618 കറന്റ് മാർക്കറ്റ് നിൽക്കുന്നത്. 11,587 നമ്മുടെ എൻട്രി പോയിന്റ്. സോ ഇന്നലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം. സോ എവരിവൺ പ്ലീസ് ആരെങ്കിലും ഒരാൾ ചാറ്റ് ബോക്സിനകത്ത് ഇടൂ എത്രയാണ് ഡിഫറൻസ് ഉള്ളതെന്ന്. ഓക്കെ, 31. ഓക്കെ, 31 ആണോ? കൺഫേം ആണോ? വേറെ ആരെങ്കിലും? 31. ഓക്കെ, 31. യാ, സോ കൺഫേം ആണ്.
സോ ഒരു കാര്യം ചെയ്യാവോ, 31-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാവോ? ഡിവൈഡ് ബൈ 2, 31 ഡിവൈഡ് ബൈ 2. ഓക്കെ, 15.5. ഓക്കെ, നമുക്ക് 16 എടുക്കാം. സോ ആ 16-നെ നമുക്ക് ഇവിടെ ഓപ്ഷന്റെ പ്രീമിയം 270 പ്ലസ് 16 എത്രയാണ്? പറയൂ, 270 പ്ലസ് 16. മിഡ് ക്യാപ് നിഫ്റ്റിക്കകത്താണ് നമുക്ക് ആദ്യത്തെ എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത്. 286. സോ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ഓപ്ഷൻ കോൺട്രാക്ടിനകത്ത് 286 എബോവ് ആണ് നമുക്ക് എൻട്രി ഉള്ളത്. സോ ഫസ്റ്റ് GP ആയിട്ട് ഞാൻ 291 സെറ്റ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം ലോഡ് സൈസ് വലുതായതുകൊണ്ട്. സെക്കൻഡ് GP 50 ആണ്. ആരെങ്കിലും 256 പ്ലസ് 50 എത്രയാണ്? 286 പ്ലസ് 50 306. നോക്ക്, 286 പ്ലസ് 50. ഓക്കെ, 300. പല ആൻസർ ആണല്ലോ. ഓക്കെ, 336. കറക്റ്റ്. ഓക്കെ, സോ നമ്മുടെ SL 25 പോയിന്റ്സ് ആണ്. 286 മൈനസ് 25 എത്രയാണ്? 286 മൈനസ് 25 എത്രയാണ്? ഓക്കെ, 261. യെസ്. സോ നമ്മുടെ ഫസ്റ്റ് എൻട്രി മിഡ് ക്യാപ് നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ ആണ്. ഓക്കെ, എബോവ് 286 ആണ് നമ്മുടെ എൻട്രി. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 291, ലാസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 336. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബാക്കി നോക്കാം, ബാക്കി ഇൻഡെക്സുകളുടെ കറണ്ട് പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി കറന്റ്ലി പോസിറ്റീവ് ആയിട്ടുണ്ട്. നിഫ്റ്റിയും കറന്റ്ലി അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. നിഫ്റ്റിക്കകത്ത് ഡൗൺ സൈഡിലോട്ട് ഒരു എൻട്രിക്കുള്ള പോസിബിലിറ്റി നോക്കാം. കറന്റ്ലി നിൽക്കുന്നത് 23,534 23,505 റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്കകത്ത് ഒരു എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ആരെങ്കിലും നോക്കൂ, 23,535 മൈനസ് 23,506 എത്രയാണ്? 23,535 മൈനസ്. ഓക്കെ, 23,530. ഓക്കെ, 29. ഓക്കെ, 29 ആരെങ്കിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. ഓക്കെ, നിഫ്റ്റിക്കകത്താണ് നമുക്ക് അടുത്ത എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, നമുക്ക് 14.5 നമുക്ക് 15 ആയിട്ട് എടുക്കാം. സോ 136 പ്ലസ് 15 എത്രയാണ്? 136 പ്ലസ് 15. ഓക്കെ, 151. സോ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് എൻട്രി നിഫ്റ്റിക്കകത്താണ്. നിഫ്റ്റിയുടെ 23,550 പുട്ട് ഓപ്ഷൻ 151 റേഞ്ച് എബോ പോയാലാണ് നമുക്ക് എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉള്ളത്. സോ നമ്മുടെ ഫസ്റ്റ് TP 161. ഓക്കെ, 151 പ്ലസ് 80 ആരെങ്കിലും നോക്കാവോ? 151 പ്ലസ് 80-ഉം 151 മൈനസ് 40-ഉം ഇത് രണ്ടും ആരെങ്കിലും നോക്കാവോ? നമ്മുടെ ഫൈനൽ ടാർഗറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസും ആണ്. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ ടാർഗറ്റ് 231. SL മൈനസ്. ഓക്കെ, മൈനസ് 40 ആണ് ബ്രോ. 100 ഒന്നും വരില്ല. മൈനസ് 40. ഓക്കെ, 111. ഓക്കെ, സോ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇന്നലെ നമ്മൾ കവർ ചെയ്ത കാൽക്കുലേഷൻസിനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഫാസ്റ്റ് ആയിട്ട് മറുപടി പറയുന്നുണ്ട്. സോ അടിപൊളി. ഓക്കെ, നമുക്ക് നോക്കാം. ഇതില് ഏതെങ്കിലും എൻട്രി കൃത്യമായിട്ട് നമ്മുടെ ലെവൽ ബ്രേക്ക് ആയാൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എൻട്രി എടുക്കത്തില്ല.
ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മാർക്കറ്റിനകത്ത് വരുന്ന സമയത്ത് ട്രേഡ് എടുക്കുക എന്നുള്ളതല്ല, നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ട്രേഡ് സെറ്റപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ട്രേഡ് എടുക്കുന്നതിനാണ് ഇമ്പോർട്ടൻസ്, മാർക്കറ്റിനകത്ത് ട്രേഡ് എടുക്കുന്നതിലല്ല. സോ നമുക്കത് വെയിറ്റ് ചെയ്യാം, രണ്ട് എൻട്രീസും എന്താവും എന്നുള്ളത് നോക്കാം. മീൻവെയിൽ നമുക്ക് സ്റ്റോക്സിനകത്ത് നോക്കാം. സ്റ്റോക്സിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദാനി ഗ്രീൻ ആക്ച്വലി അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള സ്റ്റോക്കാണ്. അതിപ്പോ ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത്. ഓക്കെ, അദാനി ഗ്രീൻ പോസിറ്റീവ് ആയിട്ടുണ്ട്. സോ നമുക്ക് അത് ഒഴിവാക്കാം. ജൂബിലിയൻ ഫുഡ് ട്രൈ ചെയ്യാം. ഓക്കെ, സോ ജൂബിലിയൻ ഫുഡ് അത്യാവശ്യം നല്ലൊരു ഡൗൺ സൈഡ് വരാനുള്ള ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. സോ നമുക്കിവിടെ ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് 666 ബിലോയാണ്. നമുക്കിവിടെ പി ഒ സിയുടെ എബോ ആയിട്ട് നമുക്ക് എസ് എൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ഡൗൺ സൈഡ് എൻട്രി ആണ് നമുക്ക് ജൂബിലിയൻ ഫുഡിനകത്ത് നോക്കുന്നത് നമ്മള്. ഓക്കെ, ഡൗൺ സൈഡ് എൻട്രി ആണ് നമ്മൾ നോക്കുന്നത്. സോ 1:2 റേഷ്യോയിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്നലെ ഓപ്ഷൻസിന്റെ കാര്യത്തിൽ ലൈക്ക് ഇന്നലത്തെ ഒരു കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ 1:2 റേഷ്യോയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. അതായത് ഇവിടെ വാല്യൂ ഏരിയ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ എൻട്രി വരുന്നത്. പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയക്ക് മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. സോ നമുക്ക് ആദ്യം ഈ 1:2 എന്ന് പറയുന്ന ഒരു സാധനം കണ്ടുപിടിക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ്. 172 അതുപോലെ തന്നെ 666 തമ്മിലുള്ള ഡിഫറൻസ് വെക്കുക. 6 പോയിന്റ്സ് ആണ്. സോ നമുക്ക് 12 പോയിന്റ്സ് ആണ് ഇവിടെ ടാർഗറ്റ് വെക്കേണ്ടത്. സോ 666 മൈനസ് 12 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 654 ആണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ജുബിലിയൻ ഫുഡ് 666 ബിലോ നോക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് പ്രൈസ് വരുന്നത് 654 ആണ്. എസ്എൽ വരുന്നത് 672 ആണ്. സോ ലെറ്റ്സ് വെയിറ്റ്. അഗൈൻ ഞാൻ പറയുന്നു, നമ്മുടെ ഈ എൻട്രി ലെവല് ബ്രേക്ക് ആയാൽ മാത്രമേ നിങ്ങൾ എൻട്രി എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും എൻട്രി എടുക്കരുത്. കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യുക, മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. ഓക്കെ, നമുക്കിനി അപ്സൈഡിലേക്ക് പോകാൻ സാധ്യതയുള്ള ഏതെങ്കിലും സ്റ്റോക്കുകളിൽ എൻട്രി കിട്ടാൻ ചാൻസ് ഉണ്ടോ നോക്കാം. ഓക്കെ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് 12% അപ്പായിട്ടുണ്ട് ഇന്നത്തെ ദിവസം. ഹോൾഡിങ്ങിലുള്ള ആൾക്കാർക്ക് അത്യാവശ്യം നല്ല ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സോ ഞാൻ ഇന്ന് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് HFCL ആണ് അപ്സൈഡിലേക്ക്. ഓക്കെ, HFCL ഓൾറെഡി ഒരു മൂവ്മെന്റം കഴിഞ്ഞു നിൽക്കുകയാണ്. സോ ഞാനത് ഒഴിവാക്കുകയാണ്. ഓക്കെ, ഒരുവിധം സ്റ്റോക്കുകളൊക്കെ ഓൾറെഡി അത്യാവശ്യം മോശമല്ലാതെ തന്നെ കയറി നിൽക്കുകയാണ് ഇന്നത്തെ ദിവസം. നമുക്ക് ആരതി ഇൻഡസ്ട്രീസ് നോക്കാം. അഗെയിൻ ഒരു എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ എടുക്കത്തില്ല. ഓക്കെ, ആരതി ഇൻഡസ്ട്രീസും ഓൾറെഡി കയറി നിൽക്കുകയാണ്. ലെറ്റ്സ് ലുക്ക് IRB. ഓക്കെ, സോ IRBക്കകത്ത് നമുക്കൊരു ട്രേഡ് സെറ്റപ്പിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്.
ഓക്കെ, സോ IRB കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 46.28 എന്ന് പറയുന്ന പ്രൈസ് പോയിന്റിലാണ്. 46.60 എബു പോയാലാണ് നമുക്ക് എന്തുള്ളത്, IRBക്കകത്ത് ഒരു എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത്. സോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഒബിയസ്ലി ഓക്കെ ഈ ഒരു പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയയുടെ ബിലോ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. 46.60 ബ്രേക്ക് ചെയ്ത് എബോ പോയാലാണ് നമുക്ക് എൻട്രി. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 50 പൈസയാണ് നമ്മൾ എന്തിട്ടിട്ടുള്ളത്, സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുള്ളത്. സോ നമ്മൾ 1 രൂപയുടെ ടാർഗറ്റ് ആണ് ഇവിടെ വയ്ക്കാൻ പോകുന്നത് IRBക്കകത്ത്. ഓക്കെ, നിങ്ങൾ ഡൗട്ട്സ് ഉള്ളവർ ചോദിച്ചേക്കുക ചാറ്റ് ബോക്സിനകത്ത്. ഒരുമിച്ച് ഞാൻ എല്ലാ ഡൗട്ട്സിനും മറുപടി തരാം. ആദ്യം ഇനിഷ്യലി കുറച്ച് എൻട്രീസ് നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, മിഡ് ക്യാപ് നോ ഒരെണ്ണം ആക്റ്റീവ് ആയിട്ടില്ല. ഓക്കെ, നമുക്ക് എബോവ് 46.60 എൻട്രി. 60. നമ്മുടെ ടാർഗറ്റ് വരുന്നത് 47.60 ആണ്. SL വരുന്നത് 46.10 റേഞ്ച് ആണ്. സോ ലെറ്റ്സ് സീ നമുക്ക് ഏത് രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഓവറോൾ മാർക്കറ്റ് അത്യാവശ്യം അപ്സൈഡിലേക്ക് പോകുന്നുണ്ട് എന്ന് തോന്നുന്നു. സോ നമുക്ക് ഫിൻനിഫ്റ്റി നോക്കാം. ഓക്കെ, ഫിൻനിഫ്റ്റിക്കകത്ത് നമുക്ക് ഒരു എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവരും ഫിൻനിഫ്റ്റിയുടെ 25,000 കോൾ ഓപ്ഷൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ഫിൻനിഫ്റ്റി 25,000 കോൾ ഓപ്ഷൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ എൻട്രി പോയിന്റ് വരുന്നത് 21-55 ആണ്. ഓക്കെ, 55-20 ആരെങ്കിലും ഒന്ന് പറയാവോ? 55-20 55-20 എത്രയാണ്? 35. ഓക്കെ, 35 ഡിവൈഡ് ബൈ 2 എന്ന് പറയാവോ? 35 ഡിവൈഡ് ബൈ 2. ഓക്കെ, 17.5 നമുക്ക് 18 എടുക്കാം. ഈ 484 പ്ലസ് 18 എത്രയാണെന്ന് പറയാമോ? 484 പ്ലസ് 18. 484 പ്ലസ് 18. ഓക്കെ, സോ 502 ആണ് നമുക്ക് എൻട്രി പ്രൈസ് വരുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 512 ആണ് ഫിൻനിഫ്റ്റിക്കകത്ത്. ലാസ്റ്റ് ടാർഗറ്റ് ഓക്കെ നമുക്കൊരു 590 ഇടാം. SL ഒരു 45 ആണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, 502 - 45 ആരെങ്കിലും പറയാവോ? 502 - 45. 502 - 45. ഓക്കെ, 447. മാർക്കറ്റ് മിക്കവാറും അത്യാവശ്യം നല്ലൊരു കൺസോൾട്ടേഷനിൽ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ കറന്റ്ലി ഉള്ള ഒരു ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് ലെവൽസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ എൻട്രി എടുക്കാൻ പാടുള്ളൂ. നമ്മൾ തരുന്ന ട്രേഡ് സെറ്റപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക.
ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല റിസ്ക് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ജൂബിലിയൻ ഫുഡ് ബ്രോ, മിഡ് ക്യാപ് നിഫ്റ്റി കാണിക്കുമല്ലോ. ഞാൻ ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ, മിഡ് സി പി നിഫ്റ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ, കിട്ടും അതിനകത്ത്. ചെറിയ എമൗണ്ടിന് പറ്റിയ ട്രേഡ്. എനിക്ക് തോന്നുന്നത് നിഫ്റ്റി എടുക്കാനായിട്ട് കുറച്ച് ക്യാപിറ്റൽ മതിയാവും എന്നാണ് എന്റെ വിശ്വാസം. നിഫ്റ്റി എടുക്കാനായിട്ട് നമുക്ക് 10,000 ക്യാപിറ്റൽ മതി. ബാങ്ക് നിഫ്റ്റി എന്താണ് അവസ്ഥ? ബാങ്ക് നിഫ്റ്റി കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 51,645 റേഞ്ചിലാണ്. ഓക്കെ, നമുക്ക് എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉള്ളത് 51,716 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാലാണ്. സോ ഇന്നത്തെ ദിവസം മിക്കവാറും മാർക്കറ്റ് സൈഡ് വേസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 11 മണിവരെ എൻട്രീസ് ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല എങ്കിൽ നമുക്ക് ഈ ലൈവ് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം പിന്നീട് ഇതിന്റെ പുറകെ ഇന്നത്തെ ദിവസം കുത്തിയിരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ലെഫ്റ്റി ഓക്കെ, ബാങ്ക് നിഫ്റ്റി കയറി വരുന്നുണ്ട്. ഓക്കെ, ലെഫ്റ്റി അങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റിക്ക് കിട്ടുമെന്ന് ട്രൈ ചെയ്യാം. ബാങ്ക് നിഫ്റ്റി എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. സോ ആ വോളറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്ത് മാത്രം എൻട്രി എടുക്കുന്നവർ എൻട്രി എടുക്കുക. ഞാനിപ്പോ ഇതിനകത്ത് എടുക്കാൻ പോകുന്നത് 51,600 കോൾ ഓപ്ഷൻ ആണ്. ഓക്കെ, ആക്റ്റീവായാൽ മാത്രം എടുക്കുക. ഓക്കെ, ആരെങ്കിലും 717 മൈനസ് 670 ഡിഫറൻസ് ഒന്ന് പറയാവോ? 717 മൈനസ് 680. 717 മൈനസ് 680. ഓക്കെ 37 ഡിവൈഡ് ബൈ 2 പ്ലസ് ഇതിന്റെ കൂടെ ഒന്ന് കൂട്ടാവോ? ഓക്കെ, ലെവൽ വീണ്ടും ചേഞ്ച് ആയി, മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നു. അടിപൊളി, നോക്കാം. ഓക്കെ, നിങ്ങളുടെ കാൽക്കുലേഷൻസിനൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല, മാർക്കറ്റ് താഴോട്ട് പോയി. ഓക്കെ, ഞാൻ എന്റെ സൈഡിൽ നിന്ന് നോക്കാം, എന്നിട്ട് എൻട്രി ഇടാം. നിങ്ങൾ നോക്കുക കറക്റ്റ് ആയിട്ട് ആ എൻട്രി ആക്റ്റീവ് ആയാൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ എടുക്കരുത്. ഓക്കെ, 77 പോയിന്റ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, 980 എബോ ആണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിക്കകത്ത് എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉള്ളത്. ഞാനിവിടെ ഫസ്റ്റ് ടാർഗറ്റ് ഇടുന്നത് 990, സെക്കൻഡ് ടാർഗറ്റ് 200 പോയിന്റ് ആണ് ഇടുന്നത്. അതായത് 1100 ഞാൻ എന്റെ സെക്കൻഡ് ടാർഗറ്റ് ഇടുന്നത്. എസ് എൽ ഇടുന്നത് 880 ആണ്. സോ ഈ ഒരു സാധനം അത്യാവശ്യം ഹൈ റിസ്കി സാധനമാണ്. നിങ്ങൾ ആ ഒരു സാധനം മനസ്സിലാക്കി മാത്രം എടുക്കുക ഇന്നത്തെ ദിവസം. ബാങ്ക് നിഫ്റ്റി എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. നോക്കാം, എൻട്രി ട്രിഗർ ആയാൽ മാത്രം എടുക്കുക. നിഫ്റ്റി സി നോക്കാവോ ബ്രോ? ഒരു മിനിറ്റ്, നിഫ്റ്റിയുടെ സി സൈഡ്. ഓക്കെ ബ്രോ, നിഫ്റ്റിയുടെ സി സൈഡ് നമുക്ക് എൻട്രിക്കുള്ള പോസിബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ 23,580 റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. ആക്ച്വലി ഇപ്പൊ അത്യാവശ്യം നല്ല താഴെയാണ് നിൽക്കുന്നത്. അസ് ഓഫ് നൗ സി സൈഡ് നോക്കണ്ട എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ബാങ്ക് നിഫ്റ്റിക്കകത്ത് നമുക്ക് സോറി നിഫ്റ്റിക്കകത്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം.
ഓക്കെ, മാർക്കറ്റ് മിക്കവാറും ഇന്ന് സൈഡ് വേസ് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബിർള സോഫ്റ്റ് എന്താണ് അവസ്ഥ? ബിർള സോഫ്റ്റ് മോർണിംഗിൽ അത്യാവശ്യം നല്ലൊരു അപ്സൈഡ് പോയിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, 410. ഓക്കെ, സോ ബിർള സോഫ്റ്റ് എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. 400 എബോവ് ആണ് നമുക്ക് എൻട്രി ഉള്ളത്. 400 എബോവ് ആണ് നമുക്ക് എൻട്രി ഉള്ളത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 410 സ്റ്റോപ്പ് ലോസ് 395 ആണ്. സോ ഒന്ന് നോക്കുക എല്ലാവരും. സോ ബാങ്ക് നിഫ്റ്റി താഴോട്ട് അടിച്ചിറങ്ങുന്നുണ്ട്. ഓക്കെ, നിഫ്റ്റിയുടെ നമ്മുടെ എൻട്രി ആക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ലെറ്റ് മീ. ഓക്കെ, 151 എബോവ് ആണ് നമ്മുടെ എൻട്രി. കറന്റ് 142 റേഞ്ചിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് ചെക്ക് ദ ചാർട്ട് ഓൾസോ. ഓക്കെ, സോ നിഫ്റ്റിയുടെ എൻട്രി ഓൾമോസ്റ്റ് നമ്മുടെ എൻട്രി പോയിന്റിനെ അടുത്തെത്താറായിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡ് ക്യാപ് നിഫ്റ്റിയും നമ്മുടെ എൻട്രി പോയിന്റിന് അടുത്തെത്താറായിട്ടുണ്ട്. രണ്ടും GCT ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളവർ വാച്ച് ചെയ്യുക. രണ്ടിന്റെയും ചാർട്ട് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളവർ വാച്ച് ചെയ്യുക. അത് രണ്ടും ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരടി അടിക്കണം എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ഓക്കെ, 144. ഓക്കെ, വീണ്ടും താഴോട്ട് പോയിട്ടുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ എൻട്രി പോയിന്റ് വന്നാൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ എടുക്കരുത്. ഓക്കെ, കൃത്യമായിട്ട് നമ്മുടെ എൻട്രി പോയിന്റ് ബ്രേക്ക് ആയാൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. ഓക്കെ, മാർക്കറ്റ് വീണ്ടും കോൾ ആയിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ്. ബ്രോ, നിഫ്റ്റി ആ റേഞ്ച് ബ്രേക്ക് ആയി കഴിഞ്ഞാല് ജസ്റ്റ് ചെക്ക് ആക്ച്വലി. നിഫ്റ്റി ആക്ച്വലി 23,403 വരെ വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ആ റേഞ്ച് ബ്രേക്ക് ആയി കഴിഞ്ഞാല്. നമുക്ക് നോക്കാം. ആ റേഞ്ച് ബ്രേക്ക് ആവൽ ഇത്തിരി ടഫാണ്. പക്ഷെ ആ റേഞ്ച് ബ്രേക്ക് ആയി കഴിഞ്ഞാല് അത്യാവശ്യം
മോശമല്ലാത്ത ഒരു ഫോൾ ഇന്നത്തെ ദിവസം വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. Again, be cautious about the entries. ഓക്കെ, നിയസ് പ്രോ അതിനകത്തുള്ള ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിനകത്തുള്ള ഓരോ 30 മിനിറ്റ്സിനെയും ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എ എന്ന് പറയുന്നത് ആദ്യത്തെ 30 മിനിറ്റ്, ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ 30 മിനിറ്റ്, അങ്ങനെ മാർക്കറ്റിനകത്തുള്ള ഓരോ 30 മിനിറ്റിനെയാണ് ആൽഫബറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ റേഞ്ച് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ആക്ച്വലി യെസ്റ്റർഡേ ലോ വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അറൌണ്ട് 414 യെസ്റ്റർഡേസ് ലോ. ഓക്കെ, 140 വീണ്ടും വന്നിട്ടുണ്ട്. ലൈവിലുള്ളവർ ഉറങ്ങിപ്പോകരുത്. ക്രിസ്സാന യാ ബ്രോ, എല്ലാം ഇൻട്രോടെയാണ്. അദാനി ഏതാണ് ബ്രോ? ഓക്കെ, മഹാദേവ് കൃഷ്ണ ബ്രോയോട് ചോദിച്ചത് ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ച് 2 or 3% ട്രേഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ബട്ട് നിഫ്റ്റി ആൻഡ് മിഡ് ക്യാപ് രണ്ടും GT2 പ്രൈസ് രണ്ടും ട്രിഗണായ ഒരു എക്സിറ്റ് ആയി മാറുന്നതാണ് നല്ലത്. ബിക്കോസ് ഓക്കെ ബ്രോ, അതായത് ഇപ്പോ രണ്ടും എടുക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ. ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ആക്റ്റീവ് ആവുന്നത് വെയിറ്റ് ചെയ്യുക, മറ്റത് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ രണ്ടും എടുക്കുക, രണ്ടും എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ക്യാപിറ്റലിൽ ഒരു 3% ലോസ് വരികയാണെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറുക, ഇല്ലെങ്കിൽ കീപ്പ് ചെയ്യുക. ബ്രോ, റിസ്ക് കൂടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ ഒരു റിസ്ക് കൂടാനുള്ള ചാൻസ് ഇല്ല. അതായത് എൻട്രി എടുത്ത് രണ്ടും കീപ്പ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഒരു 3% ലോസിന് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എക്സിറ്റ് ചെയ്ത് മാറുക. ജുബിലിയൻ ഫുഡ് ആക്റ്റീവ് ആയ. ഓക്കെ ഓക്കെ, ജുബിലിയൻ ഫുഡിന്റെ എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആക്ച്വലി ഓപ്ഷൻസിനകത്ത് എൻട്രി പറഞ്ഞില്ല അല്ലേ. ലെറ്റ് മീ ജസ്റ്റ് ചെക്ക്. ആദ്യം അവരുടെ ലോഡ് സൈസ് നോക്കണം. ലോഡ് സൈസ് നോക്കിയിട്ട് പറയാം ഓപ്ഷൻസിൽ എടുക്കണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ, 1250 ലോഡ് സൈസ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ കോൺട്രാക്ട് ഇവിടെ നിന്നൊരു ജമ്പ് വന്നിട്ടുണ്ട് ആക്റ്റീവ് ആയ സമയത്ത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓ, നിഫ്റ്റിയിലെ കണ്ണുണ്ട് ബ്രോ. നിഫ്റ്റി കുറെ നാളായിട്ടിട്ട് കുറെ നേരമായിട്ടിട്ട് കളിപ്പിക്കുന്നുണ്ട്. ഇന്ന് ശോക മാർക്കറ്റ് ആണല്ലോ. തീർച്ചയായിട്ടും ശോകമാണ്.
ഓക്കെ, ഫസ്റ്റ് ഓഫ് നോ തന്നതിൽ ജുബിലിയൻ ഫുഡിന്റെ ഒരു എൻട്രി മാത്രമാണ് കറന്റ് ഇതുവരെ ആക്റ്റീവ് ആയിട്ടുള്ളത്. വേറെ ഒന്നും ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല. ബിർള സോഫ്റ്റ് നെഗറ്റീവ് സൈഡിലോട്ട് പോയിട്ടുണ്ട്. IRBയും നെഗറ്റീവ് സൈഡിലോട്ട് പോകുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് മിഡ് ക്യാപ് നിഫ്റ്റി ചിലപ്പോ സഡൻ ആയിട്ട് ആക്റ്റീവ് ആവാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. മിഡ് ക്യാപ് നിഫ്റ്റിയിലെ ട്രേഡ് എല്ലാവരും കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്തോ. എനിക്ക് തോന്നുന്നത് സഡൻ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ തന്നെ ആക്റ്റീവ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ 665 2 days ആയിട്ട് വരുന്ന അവസ്ഥയാണല്ലോ. അതായത് ബുധനാഴ്ച മുതൽ മാർക്കറ്റിനകത്ത് ഫുൾ കംപ്ലീറ്റ്ലി കൺസോൾട്ടേഷനിലാണ്. ഇപ്പൊ ബുധനാഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 11-12 മണിക്ക് ശേഷമാണ് ശരിക്കും മാർക്കറ്റിനകത്ത് ഒരു മൂവ്മെന്റ് സംഭവിച്ചിട്ടുള്ളത്. അതുവരെ മാർക്കറ്റിനകത്ത് അപ്സൈഡ് എൻട്രി എടുത്തവരെ അതുപോലെ തന്നെ ഡൗൺ സൈഡ് എൻട്രി എടുത്തവരെ നന്നായിട്ട് ട്രാപ്പ് ചെയ്തിട്ട് പിന്നീടാണ് മൂവ് ചെയ്തത്. ഇപ്പൊ ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം സിറ്റുവേഷൻ ആയിരുന്നു. മാർക്കറ്റ് അത്യാവശ്യം നല്ല സൈഡ് വേസ് അതിനുശേഷമാണ് മൂവ് ചെയ്തത്. സോ ഇപ്പോഴും കറന്റ്ലി മാർക്കറ്റ് സൈഡ് വേസ് പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഏത് സൈഡിലോട്ട് ആ ഒരു പുഷ് വരുമെന്നുള്ളത്. ഇന്നലെ ആക്ച്വലി നമ്മൾ ലൈവിൽ തന്നിട്ടുണ്ടായിരുന്ന നിഫ്റ്റിയുടെ ഒരു എൻട്രി ഒരുപാട് നേരം കൺസോൾട്ടേറ്റ് ആയിട്ട് പിന്നീടാണ് പെർഫോം ചെയ്തത്. ഓക്കെ സർ, പേഴ്സണലി വൺ ഡേ എത്ര ട്രേഡ്സ് കീപ്പ് ചെയ്യാറുണ്ട്? ബ്രോ അങ്ങനെയൊന്നുമില്ല, ഓപ്പർച്യൂണിറ്റി വരുന്നതിനനുസരിച്ച്. ഇപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റിനകത്ത് പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പ് ലൈക്ക് മാച്ച് ചെയ്യുന്ന എൻട്രീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും എടുക്കാം, ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ നിങ്ങളുടെ ക്യാപിറ്റലൂടെ നോക്കുക, ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ പൊസിഷൻ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. നിഫ്റ്റി ഇപ്പോ ബൈ ചെയ്യണോ? ബ്രോ അത് ആക്റ്റീവ് ആയില്ല. ആക്റ്റീവ് ആയാൽ മാത്രം എടുത്താൽ മതി. 151 എബോ ആണ് നമ്മുടെ എൻട്രി, അതായിട്ടില്ല. ഓക്കെ, ബാങ്ക് നിഫ്റ്റി വീണ്ടും തിരിച്ചു കയറി വരുന്നുണ്ട്. സോ നമുക്ക് എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു 30 മിനിറ്റ് ക്യാൻഡിൽ വെയിറ്റ് ചെയ്തിട്ട് മിക്കവാറും ഈ ലൈവ് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലെറ്റ് ഒരു പേഴ്സണൽ ട്രേഡിങ്. കാരണം ഇവിടെ അടുത്തവർ വന്നിട്ട് തിരിച്ചു പറഞ്ഞ് കയറി പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് നടത്തുന്ന ലൈവിൽ ഇങ്ങനെ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ്. ഓക്കെ, സോ എന്തായാലും മാർക്കറ്റ് അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചത് ഞാൻ കുറെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. അതെങ്കിലും നടക്കട്ടെ. എന്തായാലും ട്രേഡ് ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആക്റ്റീവ് ആവാതെ. സോ നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ഉള്ളത് ചോദിക്കും. നിങ്ങൾക്ക് കുറെ പേര് കഴിഞ്ഞ സെഷനിൽ തന്നെ കുറെ സ്റ്റോക്കുകളുടെ അനാലിസിസ് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് എൻട്രീസ് വെയിറ്റ് ചെയ്യാം, എൻട്രീസ് എന്താവും എന്നുള്ളത് കണ്ടറിയാം. ഓക്കെ ബ്രോ, ജുബിലിയൻ ഫുഡ്. ഓക്കെ, ജുബിലിയൻ ഫുഡിന്റെ എൻട്രി വെയിറ്റ് ചെയ്യേ. ആക്ച്വലി ഓപ്ഷൻസിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ്, ഞാൻ ആക്ച്വലി ഒരു ഓപ്ഷൻ കോൺട്രാക്ട് ഓൾറെഡി വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കറന്റ്ലി 18.50 നിൽക്കുന്നത്. 19.10 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ജുബിലിയൻ ഫുഡിന്റെ ഒരു പുട്ട് ഓപ്ഷൻ ട്രൈ ചെയ്തോ. പക്ഷെ അറിയാലോ, ലോട്ട് സൈസ് 1250 ലോസ് വന്നതിന് ശേഷം പിന്നീട് കരുതിട്ടൊന്നും കാര്യമില്ല. സോ കറക്റ്റ് ആയിട്ട് കളി അറിയാമെങ്കിൽ മാത്രം എടുക്കുക. ഓക്കെ, ലിക്വിഡിറ്റി ബ്രോ. ഓക്കെ, ഞാൻ ആക്ച്വലി ബ്രോ ചോദിച്ചത് നന്നായി. ഞാൻ ഇന്നലത്തെ സെഷനകത്ത് അത് കവർ ചെയ്യാനായിട്ട് വിട്ടുപോയതാണ്. ബ്രോ, ലിക്വിഡിറ്റി ചെക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം നോക്കിയാൽ മതി. നിങ്ങളുടെ എല്ലാവരുടെയും ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണ്, നിങ്ങൾ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ ബ്രോക്കറിനകത്ത് മാർക്കറ്റ് ഡെപ്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പൊ ഒരു സ്ക്രീനിൽ കാണാം മാർക്കറ്റ് ഡെപ്ത്. ഇതിനകത്ത് കണ്ടോ, മാർക്കറ്റിനകത്ത് കറന്റ്ലി
പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ബൈ ആൻഡ് സെൽ ഓർഡേഴ്സ് ആണ് ഈ മാർക്കറ്റ് ഡെപ്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ജുബിലിയൻ ഫുഡ് കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ഈ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ കോൺട്രാക്ട്, ഈ 660 പുട്ട് ഓപ്ഷൻ കോൺട്രാക്ട് കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 18-ലാണ്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഡ് എന്ന് പറയുന്നത് മാർക്കറ്റിനകത്ത് കറന്റ് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ബൈ ഓർഡേഴ്സ് ആണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ഒരു ഓർഡർ, അതായത് ബൈ ആൻഡ് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങളോടൊപ്പം ട്രേഡ് ചെയ്യാനായിട്ട് ഒരാൾ ഉണ്ടാവണം. അതാണല്ലോ തിയറി, ആ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. സോ അങ്ങനെ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡില് ബൈ ചെയ്യാനായിട്ട് ഒരാൾ റെഡിയായി നിൽക്കുന്നത് ഈ 18.5 എന്ന് പറയുന്ന പ്രൈസ് പോയിന്റിലാണ്. മനസ്സിലായില്ലേ? ഇനി ഇവിടെ ആ പ്രൈസ് എന്ന് പറയുന്ന ഒരു പ്രൈസ് ഉണ്ട്, ആസ്ക് എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനകത്ത് കറന്റ് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന എന്താണ്? സെൽ ഓർഡേഴ്സ് ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോ ഈ ജുബിലിയൻ ഫുഡിന്റെ 660 പുട്ട് ഓപ്ഷൻ കോൺട്രാക്ട് ബൈ ചെയ്യണമെന്ന് വെച്ചോ. ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 18.20 എന്ന് പറയുന്ന പ്രൈസിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 18.25 എന്ന് പറയുന്ന പ്രൈസിൽ ബൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അതായത് സെല്ല് ചെയ്യാനായിട്ട് ഒരാൾ ഓപ്പോസിറ്റില് നിൽക്കുന്നത് എത്രയിലാണ്? 18.20 എന്ന് പറയുന്ന പ്രൈസ് പോയിന്റിൽ സെല്ല് ചെയ്യാനായിട്ടാണ് ഒരാൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലിമിറ്റ് ഓർഡറിൽ, ഓക്കെ, ഇപ്പൊ 18.20 ആയിട്ടുണ്ട്. സോ ഇവിടെ സെൽ ഓർഡേഴ്സിന്റെ ഇതില് എത്രയാണോ ടോപ്പ് കിടക്കുന്നത് 18.25 ഇപ്പൊ കിടക്കുന്നത്. സോ നിങ്ങൾക്ക് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ 18.25 ലിമിറ്റ് ഓർഡർ ഇട്ട് ഈ ഒരു എന്ത് ചെയ്യാം? ഈ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിനകത്ത് എൻട്രി പ്രിഫർ ചെയ്യാം. പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് ലിക്വിഡിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് വേറെ ഒന്നുമില്ല. കറന്റ് പ്രൈസും ബിഡ് പ്രൈസും അതുപോലെ തന്നെ ആസ്ക് പ്രൈസും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതായത് ഇവിടെ കണ്ടോ, കറന്റ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 18.20, ബിഡ് കിടക്കുന്നത് 18.10, ഒരു 10 പൈസ താഴെ. സെല്ല് കിടക്കുന്നത് 18.20, അതായത് ഇപ്പൊ കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസ്. സോ കറന്റ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിനകത്ത് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലിക്വിഡിറ്റി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ബിഡ് പ്രൈസ്, ആസ്ക് പ്രൈസ് ഇതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കണം. ഓക്കെ, സൽമാൻ ബ്രോ, ഇല്ല, ഞാൻ മാർക്കറ്റ് പ്രൊഫൈൽ അല്ലാതെ വേറെ സ്ട്രാറ്റജി യൂസ് ചെയ്യാറില്ല. ടാക്സ് കട്ടാവുന്നത് നമ്മുടെ ട്രേഡിംഗ് എമൗണ്ടിന്റെ ബേസ് ആണ്. ഇല്ല ബ്രോ, അത് ആക്ച്വലി അത് എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ്. ഒരാൾ ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് അയച്ചത്, ആക്ച്വലി ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫണ്ണി. അതായത് സോ ഒരാൾ എൻട്രി എടുത്തു, പുള്ളിക്കാരൻ ട്രേഡ് എടുത്തു. പുള്ളിക്കാരന്റെ ക്യാപിറ്റൽ എനിക്ക് തോന്നുന്നു അറൌണ്ട് 20,000 or 50,000 ആണ്. സോ എല്ലാവർക്കും വൈകിട്ടൊരു മെസ്സേജ് വരും, നിങ്ങളുടെ ടോട്ടൽ ട്രേഡ് വോളിയം എന്താണ്, അല്ലെങ്കിൽ ട്രേഡ് വാല്യൂ എന്താണെന്നുള്ള ഒരു മെസ്സേജ് വരും. അപ്പൊ അതിനകത്ത് ഓബിയസ്ലി ഈ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ടിനെ ബേസ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് ആ മെസ്സേജ് ആയിട്ട് വരുന്നത്. സോ ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിഫ്റ്റിക്കകത്ത് ഒരു 10 ട്രേഡ് എടുത്തിട്ടുണ്ട് ഓപ്ഷൻസിനകത്ത്. അപ്പൊ 10 ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ട്രേഡ് വോളിയം എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 20 ലക്ഷം രൂപ അടുപ്പിച്ച് വരും. കാരണം ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് എടുക്കാനായിട്ട് നിങ്ങൾക്ക് 1 lakh rupees ക്യാപിറ്റൽ വേണം. സോ 10 ട്രേഡ് എടുക്കുമ്പോൾ ബൈ എടുക്കുമ്പോൾ 10 ലക്ഷം, സെൽ എടുക്കുമ്പോൾ 10 ലക്ഷം, അങ്ങനെ ടോട്ടൽ 20 ലക്ഷം. സോ ആള് ഭയങ്കരമായിട്ട് പേടിച്ച് എനിക്ക് വന്ന് മെസ്സേജ് ചെയ്യുകയാണ്, ഓക്കെ ഇതുപോലൊരു സംഭവം വരുന്നുണ്ട്, ഈ 20 ലക്ഷത്തിന് ഞാൻ ടാക്സ് അടയ്ക്കണമെന്ന്. ശരിക്കും നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ എന്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു ആ പ്രോഫിറ്റിലാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ എടുക്കുന്ന ട്രേഡ് വോളിയത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ പുട്ട് ചെയ്യുന്ന ക്യാപിറ്റലിനോ ഒന്നും ബേസ് ചെയ്തിട്ടല്ല. നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ആ പ്രോഫിറ്റിനാണ് നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടത്. സജന, ഓക്കെ, ഇന്നത്തെ എൻട്രീസ് ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു, ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല. മിഡ് ക്യാപ് നിഫ്റ്റി 11,625 ഒരു എൻട്രി ഉണ്ടായിരുന്നു. നിഫ്റ്റിയുടെ ഒരു 23,550 പുട്ട് ഓപ്ഷൻ എൻട്രി ഉണ്ട്. പിന്നെ ജുബിലിയൻ ഫുഡ് കറന്റ് ആക്റ്റീവ് ആയിട്ട് നിൽക്കുവാണ്. IRB ആക്റ്റീവ് ആയിട്ടില്ല. അതുപോലെ തന്നെ ഫിൻനിഫ്റ്റിയുടെ ഒരു എൻട്രി ഉണ്ട്, 25,000 കോൾ ഓപ്ഷൻ. ബാങ്ക് നിഫ്റ്റി 51,600 ഒരു കോൾ ഓപ്ഷന്റെ എൻട്രി ഉണ്ട്. അതുപോലെ തന്നെ ബിർള സോഫ്റ്റ് 400 ഒരു എൻട്രി, 400 ഒരു എൻട്രി പറഞ്ഞിട്ടുണ്ട്, അതും ആക്റ്റീവ് ആയിട്ടില്ല. ഓക്കെ, ഇന്നലെ ഡോക്ടർ റെഡ്ഡി ഓപ്ഷൻ നല്ല പ്രോഫിറ്റ് ചെയ്തു. ഓക്കെ, ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്താണ് അവസ്ഥ? ഇൻഡസ്ഇൻഡ് ബാങ്ക് ആക്ച്വലി നിങ്ങൾ റീസെന്റ് ന്യൂസസ് കേട്ടിട്ടുണ്ടാവും. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഡെറിവേറ്റീവ് ട്രേഡിംഗ് കോൺട്രാക്ട്സിനകത്ത് ഒരുപാട്
ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ഒരുപാട് സ്കാമി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്സ് സജസ്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പൊ RBIയുടെ സൈഡിൽ നിന്നൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. സോ അസ് ഓഫ് നോ വേറെ ഇഷ്യൂസോ ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനന്തു ബ്രോ പാർട്ട് 3 ഇട്ടു. ഞാൻ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ഷെയർ ചെയ്തില്ല. നമ്മുടെ ഡിസ്കോഡിനകത്ത് ഇന്നലെ ഷെയർ ചെയ്തിരുന്നു. ഉണ്ടോ പാർട്ട് 3 ഇന്നലെ ഇട്ടു. വാട്സാപ്പിനകത്ത് ഇന്നത്തതും കൂടെ കഴിഞ്ഞിട്ട് ഒരുമിച്ചിടാന്ന് വിചാരിച്ചു. ഓക്കെ, സ്റ്റോക്സ് ലെഫ്റ്റ് ഹാൻഡ് 24 എക്സ്പയറി ഇപ്പോഴേ എടുത്താൽ ഇനി ബെനിഫിറ്റ്സ് ഉണ്ടാവുമോ? ബ്രോ, എടുത്താൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുമോ എന്നുള്ളത് മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളിപ്പോ ജുബിലന്റ് ഫുഡിന്റെ ഈ ഒരു ഓപ്ഷൻ കോൺട്രാക്ട്, പുട്ട് ഓപ്ഷൻ കോൺട്രാക്ട് ഇന്ന് ബൈ ചെയ്ത് വെച്ചെന്ന് വെച്ചോ. അപ്പൊ മാർക്കറ്റ് അപ് സൈഡിലോട്ട് ഡൗൺ സൈഡിലോട്ട് ഫോളോ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പുട്ട് ഓപ്ഷന്റെ പ്രൈസ് ഓബിയസ്ലി ഇൻക്രീസ് ആവും, നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. എങ്ങനെ സിമിലർ ആവണം? ഓക്കെ ബ്രോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആയില്ല, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അടിപൊളി. ആക്ച്വലി ഓക്കെ, ഐ തിങ്ക് ഈ അക്കൗണ്ടിൽ ഞാൻ ഇൻഡസ്ഇൻഡ് ബാങ്ക് ബൈ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. യാ, സോ ആക്ച്വലി ഇൻഡസ്ഇൻഡ് ബാങ്ക് ഈസ് വൺ ഓഫ് മൈ ലോങ് ടൈം ബെസ്റ്റ്. കറന്റ്ലി 20% ലോസിലാണ് നിൽക്കുന്നത്. ഞാൻ ലാസ്റ്റ് ഫോളോ വന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ആവറേജ് ചെയ്തിരുന്നു. ടോട്ടൽ അസ് ഓഫ് നോ 51,000 ആണ് ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇൻ കേസ് മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം ആവറേജ് ചെയ്യും. സോ യാ, ലോങ് ടൈമിലേക്ക് ബെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. അസ് ഓഫ് നോ ഫണ്ടമെന്റലി വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിനകത്ത്. ഓക്കെ, സാർ പറഞ്ഞ ഈ സ്ട്രാറ്റജി വെരി സിമ്പിൾ മെത്തേഡ് ആണല്ലോ. നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്ത് സാർ പറഞ്ഞ ചാർട്ടിംഗ് പാറ്റേൺ അനാലിസിസ് സ്ട്രാറ്റജി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഈ സ്ട്രാറ്റജി മുന്നോട്ട് യൂസ് കണ്ടിന്യൂ. ബ്രോ, ഇതിനകത്ത് ഒരു ചില ആൾക്കാർക്ക് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ വേണ്ടി വരും. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ മാർക്കറ്റ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. സോ നിങ്ങൾ അങ്ങനെ സിമ്പിൾ ആയിട്ട് വലിയ റിസ്കോ കാര്യങ്ങളൊന്നും എടുക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ വലിയ പണിപ്പെടാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈലിന്റെ സ്ട്രാറ്റജി യൂസ് ചെയ്യും. ഇല്ല, കൃത്യമായിട്ട് ചാർട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ചാർട്ട് പാറ്റേൺസ് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. ലൈക് പ്ലസ് ഓരോരുത്തരുടെയും കംഫർട്ട് ആണ് നിങ്ങൾക്ക്. ഓക്കെ, ഓരോരുത്തരുടെയും കംഫർട്ട് ആണ്, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് യൂസ് ചെയ്യാം. ഓക്കെ, ദേവദേവൻ സ്വിഗ്ഗി സ്റ്റോക്ക്. ബ്രോ, ആക്ച്വലി ഈ സ്വിഗ്ഗി കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനി തന്നെയാണ്. പക്ഷെ അവർ എന്ന് പ്രോഫിറ്റബിൾ ആവും എന്നുള്ളത് എനിക്ക് തോന്നുന്നു അവരുടെ ഫൗണ്ടേഷന് പോലും ഐഡിയ ഉണ്ടാവത്തില്ല. അസ് ഓഫ് നോ അവരുടെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി. ഇപ്പോ സൊമാറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫൗണ്ടേഷനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ലൈക്ക് ഒരു വ്യൂ ഉണ്ട്. ഏത് സമയത്ത് അവർക്ക് പ്രോഫിറ്റബിൾ ആവണം, കമ്പനിയുടെ ബേണിംഗ് എപ്പോ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള വ്യൂ ഉണ്ട് അവർക്കുണ്ട്. ബട്ട് ഇവിടെ വരുന്ന സമയത്ത് ഈ ആൾക്കാർക്ക് ആ വ്യൂ ഇല്ല, ഈ ഫൗണ്ടറിന് ആ വ്യൂ ഇല്ല എന്നാണ് അസ് ഓഫ് നോ എന്റെ ഒരു വിശ്വാസം. മേ ബി എന്റെ വിശ്വാസം തെറ്റായിരിക്കാം, ബട്ട് സ്വിഗ്ഗി ലോങ് ടൈം ബെറ്റ് കൺസിഡർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. Obviously 40%. ഓക്കെ, നമ്മുടെ ബിർള സോഫ്റ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ IRBയും ഉടനെ തന്നെ അടിച്ചു കയറും എന്നാണ് എന്റെ വിശ്വാസം. സോ കറന്റ്ലി മാർക്കറ്റ് വീണ്ടും തിരിച്ച് മുകളിലോട്ട് കയറുന്നുണ്ട്. ഓക്കെ, നിഫ്റ്റി ഫുള്ളി റിക്കവേർഡ്. സോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏതെങ്കിലും ഒരു ഉണ്ട് നിഫ്റ്റി ഓർ ബാങ്ക് നിഫ്റ്റി ഉടനെ ആക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. നേരത്തെയും അടുത്തവർ വന്നിട്ടാണ് താഴെ പോയത്, നമുക്ക് നോക്കാം. ഈ ബിർള സോഫ്റ്റിനകത്ത് എൻട്രി എടുത്തവര് 405 ഫസ്റ്റ് ടാർഗറ്റ് ഇട്ട് വെച്ചോ.
ബിർള സോഫ്റ്റിനകത്ത് എൻട്രി എടുത്തവർ 405 ഫസ്റ്റ് ടാർഗറ്റ് ഇട്ടോ. 405 പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഫൈനൽ ടാർഗറ്റ് 410. ഓക്കെ, 401 കറണ്ടിൽ നിൽക്കുന്നത്. ഓക്കെ, ഓക്കെ, ഫിൻനിഫ്റ്റി ഉടനെ ആക്റ്റീവ് ആവും. ഫിൻനിഫ്റ്റി ഉടനെ ആക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ എവിടെ? ഓക്കെ, ഓക്കെ, ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി. സേഫ് ട്രേഡേഴ്സ് എക്സിറ്റ് ആയി മാറുക. ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്, ആക്റ്റീവ് ആയിട്ട്. സോ സേഫ് ട്രേഡേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, ബാക്കിയുള്ളവർ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം ബാക്കി എന്താവുമെന്നുള്ളത്. സോ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും പറക്കുകയാണ്. ഓക്കെ, 1004 ഹൈ പോയിട്ടുണ്ട്. ഹോൾഡ് ചെയ്യുന്നവരെ SL ട്രൈൽ ചെയ്ത് കൊണ്ടുപോവാ. മോഡിഫൈ റസൽ, തീർച്ചയായിട്ടും മോഡിഫൈ റസൽ. ഒരിക്കലും പഴയ SL കീപ്പ് ചെയ്യരുത്. നിങ്ങൾ ഇന്നലെ 3 മണിക്കൂർ നിന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സോ ട്രൈൽ റസൽ. ഓക്കെ, 1400 പോയിട്ട് വീണ്ടും താഴോട്ട് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫിൻനിഫ്റ്റിയും ഉടനെ തന്നെ ആക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഒരടി അടിച്ചിട്ട് താഴോട്ട് ഇറങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും. ഓക്കെ, ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ സ്ട്രോങ്. നോക്കാം. സോ എന്തായാലും സേഫ് ട്രേഡേഴ്സ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ആയെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളവര് SL ട്രെയിൽ ചെയ്യുക. അത്യാവശ്യം നല്ല ടർബുലന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബാങ്ക് നിഫ്റ്റി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, സോ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ബ്രോ, ജുബിലൻ ഫുഡിന്റെ ഫസ്റ്റ് TP ഒരു 6 പോയിന്റ് വെച്ചാൽ മതി. ഓക്കെ, ബാങ്ക് നിഫ്റ്റി അടിച്ചു കയറുന്നുണ്ട്. ഓ, അടിപൊളി. ആരെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ SL ട്രെയിൽ ചെയ്ത് കൊണ്ടുപോക്കോയെ. ഫസ്റ്റ് ഇനീഷ്യൽ ഇട്ട SL തന്നെ കീപ്പ് ചെയ്തത്. ഓക്കെ, 14, 16.
15. ഓക്കെ. ഫിൻനിഫ്റ്റി പ്രത്യേകിച്ച് അനക്കമൊന്നുമില്ല നിൽക്കുകയാണ്. എന്താണ് സംഭവം എന്നറിയില്ല. കാരണം ഇത് നോർമലി ഇത് രണ്ടും ഒരുമിച്ച് മൂവ് ചെയ്യേണ്ട സാധനങ്ങളാണ്, ബാങ്ക് നിഫ്റ്റിയും ഫിൻനിഫ്റ്റിയും. ബട്ട് ഫിൻനിഫ്റ്റിക്കകത്ത് പ്രത്യേകിച്ച് അനക്കമൊന്നും ഇല്ല ഇപ്പോ. ഓക്കെ, ജുബിലിയൻ ഫുഡ് തിരിച്ച് കയറി പോകുന്നുണ്ട്. ഓക്കെ, അസ്വഫ്നോ നിൽക്കുന്നതില് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. 670 ബ്രേക്ക് ചെയ്താലേ എന്തെങ്കിലുമൊക്കെ റിസ്ക് ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. വെയിറ്റ് ചെയ്തോ ജുബിലിയൻ ഫുഡൊക്കെ. ഓക്കെ, ലൈവിലുണ്ടോന്ന് അറിയില്ല. ജുബിലിയൻ ഫുഡ് വെയിറ്റ് ചെയ്തോ എല്ലാവരും. ഓക്കെ, 1020 ഹൈ പോയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ സ്റ്റേയിങ് സ്ട്രോങ്. ഓക്കെ, ജുബിലിയൻ ഫുഡ് 670 വന്നിട്ടുണ്ട്. 672 നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോ ഈ 670 എബോ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ റിസ്കി ആണെന്ന്. സോ നിങ്ങൾ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ 670 ജുബിലിയൻ ഫുഡിന്റെ ലോസ് ബുക്ക് ചെയ്ത് മാറുക. ജുബിലിയൻ ഫുഡ് 670 ലോസ് ബുക്ക് ചെയ്ത് മാറുക. ഓക്കെ, ഫിൻനിഫ്റ്റി ആക്റ്റീവ് ആവും ചാൻസ് ഉണ്ട്. ഫിൻനിഫ്റ്റി അത്യാവശ്യം നന്നായിട്ട് സൈഡ് വേസ് പോകുന്നുണ്ട്. ഓക്കെ, ജുബിലിയൻ ഫുഡ് റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്തവർ എക്സിറ്റ് ആവുക. ബാക്കിയുള്ളവർ കൃത്യമായുള്ള SL കീപ്പ് ചെയ്യുക. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് ബ്രോ ഫിൻനിഫ്റ്റിയുടെ. ഇപ്പോ ലൈക്ക് ലെവൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി കറന്റ് ആക്റ്റീവ് ആണ്. ഇപ്പോ ഓപ്ഷൻസിനകത്ത് അത് ഹിറ്റ് ആയിട്ടില്ല എന്നേ ഉള്ളൂ, സൈഡ് വേസ് ആയതുകൊണ്ട്. നോക്കാം, മിക്കവാറും അത് പെർഫോം ചെയ്യാൻ ചാൻസ് ഇല്ല, ആക്റ്റീവ് ആവാൻ ചാൻസ് ഇല്ല. നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഒന്നുകൂടെ മുകളിലോട്ട് നന്നായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവും, അല്ലെങ്കിൽ അത് ചാൻസ് കുറവാണ്. ബ്രോ, ജുബിലിയൻ ഫുഡ് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്ത് മാറ്, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും. 672 നമ്മുടെ സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് ആയിട്ടില്ല. നിങ്ങളൊരു സേഫ് ട്രേഡർ ആണെങ്കിൽ ലോസ് ബുക്ക് ചെയ്ത് മാറിക്കോ, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്തോ. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി എടുത്ത് പ്രോഫിറ്റ് ആയവരൊക്കെ പ്ലീസ് ഗിവ് മി എ തം. ബാങ്ക് നിഫ്റ്റി എടുത്ത് പ്രോഫിറ്റ് ആയവരൊക്കെ പ്ലീസ് ഗിവ് മി എ തം. ഓക്കെ, 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 ഓക്കെ. ഇവരൊന്നും ലൈവ് ഇല്ലേ?
ഓക്കെ, നിഫ്റ്റിയുടെ ആക്റ്റീവ് ആയിട്ടില്ല. ജൂബിലിയൻ, ഓക്കെ ബ്രോ, ജൂബിലിയൻ ഫുഡ് ബിർള സോഫ്റ്റ് വാച്ച് ചെയ്തോ? അത് എഗെയിൻ നമ്മുടെ എൻട്രി ലെവലിൽ എത്തുകയാണെങ്കിൽ ബൈ ചെയ്തോ? അല്ലെങ്കിൽ ലൈക്ക് നമുക്ക് ആക്റ്റീവ് ആവാനായിട്ട് വേറെ എൻട്രി ഉണ്ട്, IRB ഉണ്ട്. IRB നോക്ക്, IRB ഉടനെ തന്നെ ആക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഓക്കെ ബാങ്ക് നിഫ്റ്റി. ഓക്കെ, നിഫ്റ്റി ആക്ച്വലി ഞാൻ സി സൈഡ് പ്രിഫർ ചെയ്യാത്തത് വേറെ ഒന്നും കണ്ടല്ല. ഓൾറെഡി ഞാൻ പുട്ട് ഓപ്ഷനിൽ നിഫ്റ്റിക്കകത്ത് ഒരു എൻട്രി തന്നതാണ്. അപ്പൊ നോർമലി ഞാനൊരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഇൻസ്ട്രുമെന്റിനകത്ത് ഡൗൺ സൈഡ് എൻട്രി തന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിനകത്ത് അപ് സൈഡ് എൻട്രി തരില്ല നോർമലി. ബേസിക്കലി ഞാനും എന്റെ ട്രേഡ്സിലും അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. ബാങ്ക് നിഫ്റ്റി പ്രോഫിറ്റ് ബുക്ക് ചെയ്യ്, ഹോൾഡ് ലൈക് സേഫ് ട്രേഡർ ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യ്, ഇല്ല എങ്കിൽ SL ട്രെയിൽ ചെയ്ത് വേണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, സോ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് കൺസോൾട്ടേഷൻ ആണ്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആയ സമയം മുതൽ ഈ ഒരു റേഞ്ചിനിടയിലാണ് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ബാങ്ക് നിഫ്റ്റി ആയാലും അതുപോലെ തന്നെ നിഫ്റ്റി ആയാലും ഫിൻ നിഫ്റ്റി ആയാലും എല്ലാ ഇൻഡെക്സുകളുടെയും അവസ്ഥ ഇതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഫർദർ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് ചോദിക്കേ, നമുക്കത് ക്ലിയർ ചെയ്യാം. ബാക്കി എൻട്രീസ് ആക്റ്റീവ് ആവുന്ന സമയത്ത് അതിന്റെ അപ്ഡേഷൻസ് തരാം. നിയാസ് ബ്രോ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല IPR ഫയൽ ചെയ്യണമെന്ന്. നിങ്ങൾ എക്സിസ്റ്റിംഗ്ലി IPR ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കാണിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ബിർള സോഫ്റ്റ്, ബിർള സോഫ്റ്റ് നമ്മുടെ എൻട്രി എടുത്തെടുത്തല്ലേ നിൽക്കുന്നത്, അതിനെന്ത് വെച്ച് ഹോൾഡ് ചെയ്യുന്നതിന്? ഓക്കെ, നിങ്ങളുടെ ഇൻകം സ്ലാബിനെ മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ IPR ഫയൽ ചെയ്യണം. ലൈക്ക് ആ ഫയൽ ചെയ്യേണ്ട അറിയാലോ നിങ്ങൾക്ക് ഏതാണ് ഇൻകം സ്ലാബ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള ഇൻകം എന്ത് ചെയ്യണം, അതിനകത്ത് കാണിക്കേണ്ടി വരും. കാണിക്കാതെ വന്നാലാണ് ഇഷ്യൂസ് വരുന്നത്. കാരണം ലെറ്റർ ഹാഫില് എന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം മോശമല്ലാത്ത പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഫയൽ ചെയ്യുന്നവർ ഇത് കാണിക്കാതിരുന്നാല്. അതൊക്കെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ പെടുന്ന സാധനങ്ങളാണ്. ഓക്കെ ബ്രോ, ഞാൻ നിഫ്റ്റിയുടെ കോൾ എടുക്കാനുള്ള ലെവൽസ് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ അനാലിസിസ് നടത്തിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് നിഫ്റ്റിയിലെ എൻട്രി വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം, പക്ഷേ ഹൈ റിസ്ക് എൻട്രി ആണ്. 23,635 ബ്രേക്കായി മുകളിലോട്ട് പോയി കഴിഞ്ഞാല് 23,600 കോൾ ഓപ്ഷൻ എൻട്രി പ്രിഫർ ചെയ്യാം. പക്ഷെ പറഞ്ഞല്ലോ, ഭയങ്കര റിസ്കി ആയിട്ടുള്ള എൻട്രി ആണ്. നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് സൈഡ് വേസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മോശമല്ലാത്തൊരു പണി എൻട്രിയിൽ നിന്ന് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
സോ 23,635 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ 23,600 കോൾ ഓപ്ഷൻ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഓക്കെ, സോ ആ റേഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. 38. ഓക്കെ, സോ ഏതുവരെ പോകുമെന്ന് ചോദിക്കാം. Again, ഒരു സ്കാൽപ്പിംഗ് മെത്തേഡിൽ 10-20 പോയിന്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക ആരെങ്കിലും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ. കാരണം ഇത് വലിയ മൂവ്മെന്റ് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇന്നത്തെ ദിവസം. ഇപ്പോ നെക്സ്റ്റ് ഒരു മൂവ്മെന്റം വരണമെന്നുണ്ടെങ്കിൽ 23,050 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. 50 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മോശമല്ലാത്തൊരു മൂവ്മെന്റ് മാർക്കറ്റിൽ വരും. ഒരു 50-60 പോയിന്റിന്റെങ്കിലും മൂവ്മെന്റ് മാർക്കറ്റിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി വീണ്ടും തിരിച്ചു കയറി വരുന്നുണ്ട്. കാരണം നിഫ്റ്റി ഒരു പോസിറ്റീവ് സൈഡിലോട്ട് പോകുന്നോണ്ടായിരിക്കും. ഓക്കെ, മുകളിലോട്ടുള്ള ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ള ബിജു ബ്രോ വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ ആക്ച്വലി എനിക്ക് അപ്സൈഡില് ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഒരു എൻട്രിക്കുള്ള വ്യൂ ഉണ്ടോന്ന് വെച്ചോ. അപ്പൊ ആ വ്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിന്റെ പുറമെ പോയി പിടിക്കാൻ നോക്കാറില്ല. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബ്രോ നിഫ്റ്റി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10-20 പോയിന്റിൽ എക്സിറ്റ് ചെയ്ത് മാറിക്കോ കേട്ടോ. 10 പോയിന്റോ 20 പോയിന്റോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എക്സിറ്റ് ചെയ്ത് മാറിക്കോ. കാരണം ഇത് വലിയ മൂവ്മെന്റ് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു 23,650 ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഒരു ചെറിയൊരു ഹോപ്പ് ഉണ്ട്. ബട്ട് അതിനൊക്കെ താഴെ നിൽക്കുന്നവരേക്കും ഞാൻ പ്രത്യേകിച്ച് ഒന്നും മാർക്കറ്റിനകത്ത് ദിവസം എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതാണ് സത്യം. 650 എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ഹൈ ആണ് ഈ 650 എന്ന് പറയുന്ന ലെവല്. അപ്പൊ ആ റേഞ്ച് ബ്രേക്ക് ആയാൽ ചിലപ്പോ ഒരു മൂവ്മെന്റിന് ചാൻസ് ഉണ്ട്. ബ്രോ ജുബിലിയൻ ഫുഡ് എഗെയിൻ ഡൗൺ സൈഡിലോട്ട് വന്നിട്ടുണ്ടല്ലോ, അതെന്ത് പറ്റി? ഇപ്പോ വലിയ റിസ്കി ആയിട്ടുള്ള ഏരിയയിലല്ല ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ജുബിലിയൻ ഫുഡ്. കണ്ടോ, കൺസോൾട്ടേഷനിലാണ് ഒരു സൈഡ് വേസ് ട്രെൻഡ് വെക്കൊണ്ടിരിക്കുക. ഓക്കെ, നിഫ്റ്റി സി സൈഡിൽ എടുത്തിട്ടുള്ളവര് ചെറിയ ചെറിയ പോയിന്റിൽ എക്സിറ്റ് ചെയ്ത് മാറുക. റിസ്കി എൻട്രി ആണത്. ഇന്നലെ ഈ ലോസ് ആയിരുന്നു. ഇന്നലെ എന്ത് ലോസ്? ഓക്കെ, ഓക്കെ. നിഫ്റ്റി ഓക്കെ. ജുബിലിയൻ ഫുഡ് അഗൈൻ നമ്മുടെ എൻട്രി ലെവലിൽ എത്താറായിട്ടുണ്ട്. സോ ജുബിലിയൻ ഫുഡിന്റെ ഓപ്ഷൻസ് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആക്ച്വലി എഗൈൻ ഇത് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ 19.10 എബോ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. എഗൈൻ ഒരു പോയിന്റ് നിങ്ങൾ ടാർഗറ്റ് വെച്ചിട്ട് എക്സിറ്റ് ചെയ്ത് മാറണം. പിന്നെ കളി അറിയാന്നുള്ളവർ മാത്രം എടുക്കുക, ഇല്ലാത്തവർ മാറി നിൽക്കുക, ചടിക്കറി എടുക്കരുത്. അഭിജിത്ത് സുരഭി ഒരു സ്ട്രാറ്റജി പറയൂ. എന്റെ പൊന്നു ഇന്നലെ ഒരു അടിപൊളി സ്ട്രാറ്റജി പഠിപ്പിച്ചത്. ഇന്നലത്തെ ക്ലാസ്സിലൊന്നും കയറിയില്ലായിരുന്നോ?
ഓക്കെ, നിഫ്റ്റി ഡൗൺ ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് ഒരാൾ ഡിസ്കോഡിൽ ചോദിച്ചിട്ടുണ്ട്. ആള് ലൈവ് ഉണ്ടോ എന്ന് അറിയില്ല. സൈഡ് വൈസ് ഓക്കെ 650. ഓക്കെ, സോ നിങ്ങൾക്ക് ഫർദർ ഡൗട്ട്സോ കൺഫ്യൂഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ചോദിക്കുക. നിങ്ങൾ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നിഫ്റ്റി വീണ്ടും ഡൗൺ സൈഡിലോട്ട് തന്നെ ഇറങ്ങുന്നുണ്ട്. ഇരുപത്തി 33,635 എന്നുള്ള ആ ലെവലിന് ബിലോ മാർക്കറ്റ് വീണ്ടും വന്നിട്ടുണ്ട്. ബ്രോ, മാർക്കറ്റ് പ്രൊഫൈൽ ആക്ച്വലി നിങ്ങൾക്ക് ഈ ഡേറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗോ ചാർട്ടിങ്ങിന്റെ പ്രീമിയം വെർഷൻ എടുത്താലാണ് നിങ്ങൾക്ക് ഡേറ്റ കിട്ടുന്നത്. അപ്പൊ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രീമിയം എടുക്കണ്ട, ജസ്റ്റ് അവരുടെ 7 days ട്രയൽ ഉണ്ട്. ആ ട്രയൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, നിഫ്റ്റി അത്യാവശ്യം മോശമല്ലാതെ ഫോളോ ആയിട്ടുണ്ട്. നിഫ്റ്റി പി എൻട്രി വെയിറ്റ് ചെയ്യണോ ബ്രോ? നിഫ്റ്റിയുടെ പി എൻട്രി ആക്റ്റീവ് ആയാൽ മാത്രം എടുത്താൽ മതി. സ്റ്റിൽ അത് ആക്റ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ആക്റ്റീവ് ആയാൽ എടുക്കുക, ഇല്ലെങ്കിൽ എടുക്കണ്ട. ചാൻസസ് ആർ വെരി ലോ അത് ആക്റ്റീവ് ആവാനുള്ള. അഗെയിൻ നോക്കാം, കാരണം മാർക്കറ്റ് ആ റേഞ്ചിൽ തന്നെ വീണ്ടും കിടന്ന് കളിക്കാനാണ് നോക്കുന്നത്. അപ്പൊ റേഞ്ചിൽ കിടന്ന് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല ഇന്നത്തെ ദിവസം. സൂപ്പർ ബീറ്റയെ കുറിച്ച് പറയാമോ? മറ്റേ ഇതിനകത്തുള്ള ന്യൂ ഫീച്ചർ അല്ലേ ബ്രോ? നമുക്ക് അടുത്ത സെഷനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ബേസിക്കലി അത് നമുക്ക് SL-ഉം ടാർഗറ്റും കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ബട്ട് അത് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ട്രിഗർ ഓർഡർ ഇട്ടാണല്ലോ എൻട്രീസ് എടുക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിഫ്റ്റി ₹300 ലോസ് ആയോ? നിഫ്റ്റിക്കകത്ത് തന്നെ നമ്മുടെ എൻട്രി ആക്റ്റീവ് ആയില്ലായിരുന്നല്ലോ ബ്രോ. മറ്റേത് ജസ്റ്റ് സ്കാൽപ്പിംഗ് മെത്തേഡിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. സന്തോഷ് ബ്രോ, ഏതിലാ ലോസ് വന്നേ? നമ്മളൊക്കെ ഒഫീഷ്യലി തന്ന എൻട്രിക്കകത്ത് അത് ആക്റ്റീവ് ആയിട്ടില്ല.
ഓക്കെ, കോൾ ആക്ച്വലി ചെറിയ ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, അത് എക്സിറ്റ് ആയില്ലായിരുന്നോ? ഓക്കെ, ജുബിലിയൻ ഫുഡ് വീണ്ടും കയറി പോകുന്നുണ്ട്. ഹലീൽ ഹലൂസ് മാർക്കറ്റ് ഡൗൺ ആകും. ബ്രോ കറന്റ്ലി എന്റെ ഒരു എക്സ്പെക്ടേഷനിൽ മാർക്കറ്റ് ഇന്ന് ഡൗണോ ആവാൻ പോകുന്നില്ല, അപ്സൈഡും പോകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇതുവരെയുള്ള സിറ്റുവേഷൻസിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കണ്ടോ, 1, 2, 3, 4 ലാസ്റ്റ് 4:30 ക്യാൻഡിലാണ്. അതായത് ഏകദേശം 2 മണിക്കൂർ. 2 മണിക്കൂറായിട്ട് മാർക്കറ്റ് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്സൈഡും പോയിട്ടില്ല, ഡൗൺ സൈഡും പോയിട്ടില്ല. അപ്പൊ ഇന്നത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 പോയിന്റിന്റെ ഇടയിൽ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ആ ഒരു ലോയും അപ്വേർഡ് നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ, ഒരു 100 പോയിന്റ്സിന്റെ ഇടയിൽ മാർക്കറ്റ് സൈഡ് വേസ് കൺസോൾട്ടേഷനിൽ പൊക്കോണ്ടിരിക്കുകയാണ്. സോ അത്യാവശ്യം നല്ലൊരു റേഞ്ച് ബ്രേക്ക് ഔട്ട് വന്നാൽ മാത്രമേ ഒരു മൂവ്മെന്റ് വരാൻ ചാൻസ് ഉള്ളൂ, അപ് സൈഡ് ആയാലും ഡൗൺ സൈഡ് ആയാലും. ബ്രോ ജുബിലിയൻ ഫുഡ് ഈ 670 ബിലോ നിൽക്കുന്നത് വരെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 670 എബോവ് ബ്രേക്ക് ആയാൽ മാത്രമേ അതിനകത്ത് റിസ്ക് ഉള്ളൂ. നോക്കാം, അതാ വീണ്ടും അടിച്ചതായിട്ട് വരുന്നുണ്ട്. ഇതും കൺസോൾട്ടേഷൻ ആണ് കണ്ടോ, ലാസ്റ്റ് ഒരു 1.5 മണിക്കൂറായിട്ട് ഈ റേഞ്ച് നിൽക്കുക. അപ് സൈഡ് ആയാലും ഡൗൺ സൈഡ് ആയാലും ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി. അതിനുശേഷം നമ്മുടെ എൻട്രി പ്രൈസിൽ തന്നെ നിൽക്കുകയാണ്. നിങ്ങൾ വലിയ റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ല എങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറ്, ബാക്കി പിന്നെ നോക്കാം. ജിഷ്ണു ബ്രോ, അതെ, ഇപ്പൊ കറന്റ്ലി ഉള്ള കണ്ടീഷനിൽ മാർക്കറ്റ് സൈഡ് വേസ് ആണ്. ഇനി ഉള്ള ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് നമുക്ക് നോക്കണം. ഇപ്പൊ എന്തായാലും അസ്റ്റോഫ്ന ഉള്ള ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അത്യാവശ്യം സൈഡ് വേസ് പൊയ്ക്കൊണ്ടിരിക്കുക ഇപ്പോ. ഓക്കെ, നിഫ്റ്റി ഇന്നത്തെ ഹൈ ബ്രേക്ക് ആയപ്പോൾ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് എന്ന് ഒരാൾ പറയുന്നു. ഗോപാൽ ദാസ്, യാ, ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് എന്താണെന്നുള്ള അവസ്ഥ. ബ്രോ അസ് ഓഫ് നൗ മാർക്കറ്റ് ആക്ച്വലി ഒരു ട്രെൻഡ് റിവേഴ്സലോ അല്ലെങ്കിൽ ബിയർ സൈഡിലോട്ടോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ ഉള്ളതുപോലെ മാർക്കറ്റ് ഇവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അങ്ങനെ നിന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ എൻട്രി എടുത്തത് കൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. POC ലെവൽ, ആ ലെവലാണ് ഞാൻ സേഫ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. ക്രിപ്റ്റോ മാർക്കറ്റ് ഒക്കെ അത്യാവശ്യം നല്ല ഡൗണിലാണല്ലോ ഇന്നത്തെ ദിവസം. ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ?
ഓക്കെ, ക്രിപ്റ്റോയിൽ നമുക്കൊരു എൻട്രി കറന്റ് റണ്ണിങ് ആണ്, ഓപ്ഷൻ USDT-യുടെ. ഓക്കെ, ഇതൊക്കെ ആക്റ്റീവ് ആവാതെ കയറിപ്പോയ സാധനമാണ്. ജിഷ്ണു ബ്രോ, അതെ, ലൈക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും സ്കാൽപ്പിംഗ് മെത്തേഡിൽ എൻട്രീസ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും ഇങ്ങനത്തെ മാർക്കറ്റിനകത്ത് ഏറ്റവും ബെറ്റർ. നിങ്ങൾ വലിയ ലൈക്ക് എൻട്രീസ് ഒന്നും പ്രിഫർ ചെയ്ത് ജസ്റ്റ് സ്കാൽപ്പിംഗ് മോഡിൽ ചെറിയ 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 പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. ഓക്കെ, ജുബിലിയൻ ഫുഡ് പ്രോഫിറ്റിലായിട്ടുണ്ട്. സോ നിങ്ങൾ ഒരു 660 ഫസ്റ്റ് ടാർഗറ്റ് ഇടുക ജുബിലിയൻ ഫുഡിനകത്ത് ഹോൾഡ് ചെയ്യുന്നവര്. ഓക്കെ സാർ, ഒന്നും മനസ്സിലായില്ല. വീഡിയോ കണ്ടാൽ മനസ്സിലാവുക. ഓക്കെ, നാറുഷ ബ്രോ, നിങ്ങള് അതിനകത്തുള്ള റെക്കോർഡ് സെഷൻസ് കാണാം. നിങ്ങളുടെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് മന്ത് ആണ്. ഇപ്പോൾ ഉള്ള റെക്കോർഡ് സെഷൻസ് എല്ലാം കാണാൻ ശ്രമിക്കുക. അതിനകത്ത് പാർട്ട് 1-നകത്താണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ്, ഓപ്ഷൻസിന്റെ ബേസിക്സ് ഒക്കെ കവർ ചെയ്യുന്നത്. സോ നിങ്ങൾ ആ ഒരു സെഷൻ കണ്ടു കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സെഷൻ ഒന്ന് കാണുക. മൂന്നാമത്തെ സെഷനും കൂടെ കാണുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഐഡിയ കിട്ടും. ബ്രോ പേടിക്കണ്ട, നിങ്ങളെ പോലെ തന്നെ പക്കാ ബിഗിനറായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരാണ് ഇതിനകത്തുള്ള ഒരുപാട് പേര്. സോ തീർച്ചയായിട്ടും പഠിച്ചെടുക്കാൻ പറ്റും. നിഫ്റ്റി ഇതുപോലെ പ്രഡിക്റ്റബിൾ അല്ലാതെ. ഓക്കെ ബ്രോ, നിഫ്റ്റി തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ഞാൻ ഈ ബുധനാഴ്ച തന്നെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് രാവിലെ ഒരു വോയിസ് ഇട്ടിരുന്നു. അതായത് ചൊവ്വാഴ്ച മാർക്കറ്റിനകത്ത് ഒരു ട്രെൻഡ് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. സോ എടുക്കുന്നവർ, അതായത് മാർക്കറ്റിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ കോഷ്യസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്തത് പോലെ തന്നെ അന്ന് രാവിലെ 11 മണി വരെ ട്രേഡ് എടുത്ത എല്ലാവർക്കും പണി കൊടുത്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. അതായത് അപ്സൈഡ് പോവും, ഇപ്പൊ ബ്രേക്ക് ആവുമെന്ന് വിചാരിക്കും, എന്നിട്ട് ഡൗൺ സൈഡിലോട്ട് വരും. അപ്പൊ ഇതുപോലുള്ള കണ്ടീഷൻസ് മാർക്കറ്റിനകത്ത് മുമ്പ് വന്നിട്ടുണ്ട്. ഇതൊരു പുതിയ കാര്യമൊന്നുമില്ല. പക്ഷേ പുതിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈവ് ട്രേഡിംഗിൽ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആദ്യമായിട്ടാണ്. ഞാൻ ഉറപ്പായിട്ടും മാർക്കറ്റിനകത്ത് കൺസോൾട്ടേഷൻ സ്റ്റേജ് എന്നൊക്കെ ഒരുപാട് ഒരുപാട് സമയങ്ങളിൽ നമ്മൾ കൺസോൾട്ടേഷന് വേണ്ടി കൺസോൾട്ടേറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ കാണുന്നത് ഒരു ഷോർട്ട് ടൈം കൺസോൾട്ടേഷൻ ആണ്, ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ കൺസോൾട്ടേഷൻ ആണ്. പക്ഷേ 6 മാസം ഒക്കെ നിഫ്റ്റി കൺസോൾട്ടേറ്റ് ആയി നിൽക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ട്രേഡ് എടുക്കാതിരിക്കുന്നതാണോ ബ്രോ? അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ട്രേഡ് സെറ്റപ്പ് വരുന്നതിനനുസരിച്ച് എല്ലാം ഫുൾഫിൽ ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത് ഒരു കൺഫർമേഷൻ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം, എൻട്രി എടുക്കണം. അത്രേ ഉള്ളൂ. എൻട്രി എടുക്കേണ്ടതാണോ അല്ലെങ്കിൽ മാർക്കറ്റിനകത്ത് മാറി നിൽക്കേണ്ടതെന്നോ അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ആ അനാലിസിസ് നടത്തി വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പണി കിട്ടും. ജുബിലിയൻ ഫുഡ് ഇപ്പൊ എൻട്രി എടുക്കാൻ പോകുന്നു? ഇല്ലല്ലോ, ഇനി എൻട്രി എടുക്കണ്ട. അത് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്ത് നിൽക്കുക. ഓക്കെ, ആക്ച്വലി ജുബിലിയൻ ഫുഡിന്റെ ഓപ്ഷനകത്ത് let me just check.
ബ്രോ ബാങ്ക് നിഫ്റ്റി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ല എങ്കിൽ എസ് എൽ ട്രെയിൽ ചെയ്ത് വേണം കീപ്പ് ചെയ്യാൻ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി റീ എൻട്രി നോക്കണ്ട ഇന്നത്തെ ദിവസം. കാരണം മാർക്കറ്റ് അത്ര മൂവ്മെന്റ് ഇല്ലാത്ത മാർക്കറ്റാണ്. നമുക്കിനി ഉള്ള എൻട്രീസിൽ ആക്റ്റീവ് ആവാനായിട്ട് ബാക്കിയുള്ളത് നിഫ്റ്റി, അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയുടെ എൻട്രി, പിന്നെ IRBയുടെ സ്റ്റോക്ക്. ഇത് മൂന്നുമാണ് കറന്റ് ആക്റ്റീവ് ആവാനായിട്ട് ബാക്കിയുള്ളത്. നമ്മൾ ഇന്ന് ലൈക്ക് ആക്റ്റീവ് ആയ എൻട്രീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം മോശമുള്ളത് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇനിഷ്യൽ ടാർഗറ്റ് ആയി കിട്ടി നമുക്ക്. രണ്ടാമത് ജുബിലിയൻ ഫുഡ് കറന്റ് പ്രോഫിറ്റിൽ നിൽക്കുവാണ്. ബിർള സോഫ്റ്റ് ആക്റ്റീവ് ആയതിന് കറന്റ് ലോസിൽ നിൽക്കുവാണ്. അത് നമുക്ക് നോക്കാം. വലിയ ലോസ് ഒന്നുമല്ല, ചെറിയൊരു ലോസ്, 2 പോയിന്റ് ലോസിൽ നിൽക്കുവാണ്. ഓക്കെ, നിഫ്റ്റി ഏത് ലെവൽ പോയാൽ എക്സിറ്റ് ആവണം? 23,585. ഓക്കെ, ഇന്നത്തെ പോയ ലൈവ് ട്രേഡിംഗ് അനാലിസിസ് ചെയ്യുന്ന തീർച്ചയായിട്ടും ഉണ്ടാവും ഇനി. അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾക്കകത്ത് വരും. നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ലിങ്ക്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ജുബിലിയൻ ഫുഡ്സിന്റെ ഓപ്ഷൻസിനകത്ത് 1-2 പേര് എൻട്രി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരെങ്കിലും അത് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങിക്കോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അത്യാവശ്യം നല്ല കൺസോൾട്ടേഷനും അതുപോലെ തന്നെ അത്യാവശ്യം അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ജുബിലിയൻ ഫുഡിന്റെ ഓപ്ഷനകത്ത് ആരെങ്കിലും എൻട്രി എടുത്തിട്ടുള്ളവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. നിങ്ങൾക്ക് കറന്റ് അസോപ്റ്റ് അറൗണ്ട് ഒരു 1000 അല്ലെങ്കിൽ 800 റുപ്പീസിന്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, 664 കറന്റ് നിൽക്കുന്നു. 660 ഫസ്റ്റ് ടാർഗറ്റ് ഇട്ട് വെയിറ്റ് ചെയ്തു എല്ലാവരും. ഓക്കെ, സോ നിങ്ങളുടെ ബാക്കി ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ട്രേഡ് എടുത്തവര് വെയിറ്റ് ചെയ്തോ. ഓക്കെ, 2K കിട്ടി. ബ്രോ ഏതിലാ? ഓക്കെ, ജുബിലിയൻ ഫുഡിന്റെ ഓപ്ഷൻ. ഓക്കെ, ഗുഡ്, അടിപൊളി. ഓക്കെ, 20 ഹൈ പോയിട്ടുണ്ട്.
ഓക്കെ, ജുബിലിയൻ ഫുഡ് അത്യാവശ്യം മോശമല്ലാത്ത ഒരു ഡൗൺ സൈഡിലോട്ട് പോകുന്നുണ്ട്. സോ ഈ ഓപ്ഷനകത്ത്, ജുബിലിയൻ ഫുഡിന്റെ ഓപ്ഷനകത്ത് ആരെങ്കിലും എന്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. വേറെ ഒന്നും കൊണ്ടല്ല, ലോഡ് സൈസ് കുറച്ച് കൂടുതലാണ്. 1250 ലോഡ് സൈസ് വരുന്നത്. സോ കമ്പാരിറ്റീവ്ലി അത്യാവശ്യം നല്ല റിസ്കിയാണ് ആ ഒരു എൻട്രി. നിഫ്റ്റി പി അനങ്ങുന്നുണ്ട്, വീണ്ടും തിരിച്ചു കയറി വരുന്നുണ്ട്. നമുക്ക് നോക്കാം ബ്രോ, ആ ലെവലിൽ ബ്രേക്ക് ആയാൽ, അല്ലെങ്കിൽ നമ്മുടെ എൻട്രി പോയിന്റ് എത്തിയാൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ എടുക്കണ്ട. മിഡ് ക്യാപ് നിഫ്റ്റി മാച്ച് ചെയ്തോ? മിഡ് ക്യാപ് നിഫ്റ്റി ആക്ച്വലി സഡൻ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ജുബിലിയൻ ഫുഡിന്റെ ഓപ്ഷൻ കോൺട്രാക്ട് 21 ഹൈ പോയിട്ടുണ്ട്. ഓക്കെ, ബിർള സോഫ്റ്റ് എന്താണ് അവസ്ഥ? ബിർള സോഫ്റ്റ് മാർക്കറ്റ് തിരിച്ച് റിക്കവർ ആയപ്പോ, മാർക്കറ്റ് ഇറങ്ങിയപ്പോ ബിർള സോഫ്റ്റ് ഡൗണിലോട്ട് പോകുന്നുണ്ട്. ആ ഇത് പ്രത്യേകിച്ച് കൺസേൺ ആവാനുള്ള കാര്യമൊന്നുമില്ല. കാര്യം ഇന്നത്തെ കൺസോൾട്ടേഷൻ റേഞ്ചിനകത്ത് തന്നെയാണ് സ്റ്റിൽ മാർക്കറ്റ് നിൽക്കുന്നത്. നോക്കാം. ഓക്കെ, വിനു, സ്റ്റോക്ക് ചൂസ് ചെയ്യുമ്പോൾ നോക്കേണ്ട ക്രൈറ്റീരിയ. ഓക്കെ ബ്രോ, അതായത് നമ്മൾ 2 ഫിൽട്രേഷൻ ക്രൈറ്റീരിയയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്കോഡിനകത്ത് നോക്കിക്കഴിഞ്ഞാല് സ്ക്രീനേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ കാണാം. അതിനകത്ത് ഓപ്പൺ ഈക്വൽ ടു ലോ ഫോർ അപ് ട്രെൻഡ്, അതുപോലെ തന്നെ ഓപ്പൺ ഈക്വൽ ടു ഹൈ ഫോർ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്ന 2 സ്ക്രീനേഴ്സ് കാണാൻ പറ്റും. ഇതിനകത്ത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓപ്പൺ ഈക്വൽ ടു ലോ, അതായത് ഇന്നിപ്പോ ഒരു സ്റ്റോക്ക് ഓപ്പൺ ആയ പ്രൈസ് 100 രൂപയാണെന്ന് വെച്ചോ, അത് ലോ പോയിട്ടുള്ളത് 100 രൂപയാണ്. അതായത് ഓപ്പൺ ആയ പ്രൈസിൽ നിന്നും അപ്സൈഡിലേക്ക് പിന്നീട് മൂവ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നും, അതുപോലെ തന്നെ ഓപ്പൺ ഈക്വൽ ടു ഹൈ, അതായത് ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത് 100 രൂപയിലാണ്, അതിന് ഹൈ പോയിട്ടുള്ളത് 100 രൂപയാണെങ്കിൽ ആ സ്റ്റോക്സ് ഒക്കെ ഡൗൺ സൈഡിലോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. സോ ആ രീതിയിലുള്ള സ്റ്റോക്കുകളെ ഫിൽട്ടർ ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ മാർക്കറ്റ് പ്രൊഫൈലും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എൻട്രീസ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്കും ആ രീതിയിൽ തന്നെ പോവാം. സ്ക്രീനേഴ്സിന്റെ ലിങ്ക് ഒക്കെ ഓൾറെഡി നമ്മുടെ ഡിസ്കോഡിനകത്ത് അവൈലബിൾ ആണ്, പബ്ലിക്ലി അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ അതിനകത്ത് സ്വിംഗ് സ്റ്റോക്ക് സ്ക്രീനർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രീനർ ഉണ്ട്, വേറെ ഒന്നുമില്ല. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ സ്റ്റോക്കുകളുടെ ലിസ്റ്റ് കിട്ടും. അപ്പൊ ഈ സ്റ്റോക്കുകളൊക്കെ സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ സ്റ്റോക്കുകളാണ്. ഏകദേശം 31ഓളം സ്റ്റോക്കുകളുണ്ട്. അപ്പൊ ഈ സ്റ്റോക്കുകളൊക്കെ സ്വിംഗ് ട്രേഡിങ്ങിന് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് നിങ്ങൾ ചാടിക്കേറി എൻട്രി എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ലൈക്ക് നിങ്ങൾ ഫിൽട്ടർ ചെയ്തതിന് ശേഷം നിങ്ങളുടേതായ കൃത്യമായിട്ടുള്ള അനാലിസിസ് നടത്തിയിട്ട് എൻട്രി എടുക്കണം. അല്ലെങ്കിൽ ബ്രോ, അത് ആക്ച്വലി ഇന്നലത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എങ്ങനെയാണ് ഓപ്ഷൻസിന്റെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതൊക്കെ. നമ്മൾ ഇൻഡെക്സിനകത്ത് ചെയ്യുന്ന സെയിം സാധനം തന്നെയാണ്. ഇപ്പോൾ ജുബിലിയൻ ഫുഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജുബിലിയൻ ഫുഡ് ഒന്ന് സെർച്ച് ചെയ്യുക, അതിനകത്ത് ഓപ്ഷൻ ചെയ്ത് നോക്കുക. ഓപ്ഷൻ ചെയ്യുന്നതിനകത്ത് ഡൗൺ സൈഡ് ആണ് നമ്മൾ എൻട്രി, പുട്ട് ഓപ്ഷൻ അറ്റ് ദ മണി നോക്കുക. അപ്പ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ നോക്കുക അറ്റ് ദ മണി. അത്രേ ഉള്ളൂ.
ഇതിൽ വരുന്ന എൻട്രീസ് എടുത്ത് അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്ത് കൊടുക്കുമോ? നോ, അക്കൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നില്ല. മൺഡേ മാർക്കറ്റ് ഹോളിഡേ ആണ് തോന്നുന്നു. അല്ലേ, ഹോളിഡേ അല്ലേ? ഒന്നുകൂടെ ക്ലോസ് ചെക്ക് ചെയ്യാം. യാ, മൺഡേ ഹോളിഡേ ആണ്. മൺഡേ മാർക്കറ്റ് ഇല്ല. മൺഡേ മാർക്കറ്റ് ഹോളിഡേ ആണ്. അതുപോലെ തന്നെ 10-ാം തീയതി മാർക്കറ്റ് ഹോളിഡേ ആണ്. 14-ാം തീയതി മാർക്കറ്റ് ഹോളിഡേ ആണ്. ഓ, ഏപ്രിലില് 2, 3, ഓക്കെ, 1, 2, 3 മാർക്കറ്റ് ഹോളിഡേ ഉണ്ട് ഏപ്രിലില്. മെയ്യിൽ ഒരെണ്ണം, ഓഗസ്റ്റിൽ ഒരെണ്ണം, ഓഗസ്റ്റിൽ 2 എണ്ണം, ഒക്ടോബറിൽ 3 എണ്ണം. ഓക്കെ, സോ നെക്സ്റ്റ് മന്താണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഹോളിഡേസ് ഉള്ളത്. പിന്നെ വരുന്നത് ഒക്ടോബറിൽ. ഓക്കെ, ജൂബിലിയന്റ് ട്രെയിൽഡ് SL അടിച്ചു 300 രൂപ കുറച്ചു. ഓക്കെ, അടിപൊളി. ഓക്കെ, എന്തായാലും നിങ്ങൾ ഓവറോൾ പ്രോഫിറ്റിലല്ലേ എക്സിറ്റ് ആയത്, അതുകൊണ്ട് കുഴപ്പമില്ല. അത് പെർഫോം ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുമായിരുന്നു, ബട്ട് നോ ഇഷ്യൂ. ഓക്കെ, ഷിഫ്ന റഫീഖ്. ഓക്കെ, ബേസിക്കലി അൽഗോ ട്രേഡിംഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറെ സ്ട്രാറ്റജീസ് മാർക്കറ്റിനകത്തുണ്ട്. ഇപ്പൊ ബുൾ കോൾ സ്പ്രെഡ്, ബിയർ കോൾ സ്പ്രെഡ്, അതുപോലെ തന്നെ സ്ട്രാങ്കിൾ, സ്ട്രാഡിൽ, ഇങ്ങനെ കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പൊ ഈ സ്ട്രാറ്റജീസിനെ ലൈക്ക് ഓട്ടോമേറ്റ് ചെയ്യുന്നതിനാണ് ബേസിക്കലി ഓൾഗോ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്ലാറ്റ്ഫോമിനകത്ത് അത് ഓട്ടോമേറ്റ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് ഫണ്ട് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ പ്ലാറ്റ്ഫോമിനകത്ത് ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റജീസ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇതിനകത്ത് ഡിഫ്ലോ ചെയ്യും. അവർ പറയുന്ന ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ സ്ട്രാറ്റജീസ് അതിനകത്ത് ഡിപ്ലോയ് ചെയ്യും. അതിനാണ് ബേസിക്കലി ആൽഗോ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ബ്രോ, ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മിനിമം ഒരു 20,000 എങ്കിലും ക്യാപിറ്റൽ വേണം കറന്റ്ലി ഉള്ള മാർക്കറ്റ് കണ്ടീഷനിൽ ട്രേഡ് ചെയ്യാനായിട്ട്. കാരണം നിഫ്റ്റിയുടെ ഒക്കെ ലോട്ട് സൈസ്, നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എല്ലാത്തിന്റെയും ലോട്ട് സൈസ് നന്നായിട്ട് ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, സോ മാർക്കറ്റ് അത്യാവശ്യം നല്ല കൺസോൾട്ടേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് വേറെ ഫർദർ ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം പ്രത്യേകിച്ച് ഒന്നും മാർക്കറ്റിനകത്ത് അസോഫിനും സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ ടോപ്പിക് വേറെ ഒന്നുമില്ല. ഇന്നത്തെ ടോപ്പിക് ലൈവ് ട്രേഡിംഗ്. അതായത് നമ്മൾ കുറെ സ്ട്രാറ്റജി പഠിച്ചു, അതൊക്കെ എങ്ങനെ ഇനി ലൈവ് മാർക്കറ്റിനകത്ത് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നോക്കിയത്. റെക്കോർഡ് ഉണ്ടാവും ബ്രോ, ഗ്രൂപ്പിനകത്തിടും. മിഡ് ക്യാപ്പ് നോക്കാം ഒരു മിനിറ്റ്. മിഡ് ക്യാപ്പ് ചാൻസ് ഉണ്ട് ബ്രോ, വെയിറ്റ് ചെയ്തോ. ബ്രോ, നെക്സ്റ്റ് ലൈവ് സെഷൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യും, നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് വരും. ഓക്കെ, അപ്പോ നിഫ്റ്റി പി ചാൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഒരു എൻട്രി തന്നിട്ടുണ്ട്. ആ ലെവൽ എത്തുന്ന സമയത്ത് എൻട്രി എടുത്താൽ മതി.
ഓക്കെ, ഫർദർ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ബാക്കി അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്കോഡ് സെർവറിനകത്ത് വരുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷന്റെ റെക്കോർഡിങ്സ് ലൈക്ക് ഈവനിങ്ങിന് മുമ്പായിട്ട് മോസ്റ്റ്ലി നമ്മുടെ കമ്മ്യൂണിറ്റിയിലെത്തും. അതുപോലെ തന്നെ ഓക്കെ കമ്മ്യൂണിറ്റിക്ക് അത് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഡിസ്കോഡ് സ്ക്രീൻ ഓപ്പൺ ഈക്വൽ ടു ലോ ആൻഡ് ഓപ്പൺ ഈക്വൽ ടു വെച്ച് സ്ട്രൈക്ക്. ഹഫീസ് ബ്രോ, അത് ആക്ച്വലി എസ്റ്റർഡേ ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് സെഷൻസ് ഓൾറെഡി അവൈലബിൾ ആണ്, ഒന്ന് വാച്ച് ചെയ്യുക. ഓവർനെറ്റ് ഹോൾഡിങ്ങിന്റെ റിസ്ക് എന്തൊക്കെയാണ് ബ്രോ? ഓവർനെറ്റ് ഹോൾഡിങ്ങിന്റെ ഏറ്റവും വലിയ റിസ്ക് തീറ്റ എറോഷൻ ആണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ എക്സ്പയർ എടുക്കും തോറും നമ്മുടെ പ്രീമിയം ഡീസി ആയിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്കോഡിൽ ബ്രോ ആ ഓപ്പൺ ഹൈ ആൻഡ് ഓപ്പൺ ഈക്വൽ ടു ലോ വേറെ ഒന്നുമല്ല. ഇപ്പൊ ഒരു സ്റ്റോക്ക് ഓപ്പൺ ഈക്വൽ ടു ഹൈ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്റ്റോക്ക് കറന്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ ചെയ്തത് 100 രൂപയാണെന്ന് വെച്ചോ, അതിന്റെ ഇന്നത്തെ ഹൈ എന്ന് പറയുന്നത് 100 രൂപയാണ്. അതായത് 100 രൂപയ്ക്ക് ഓപ്പൺ ആയ സ്റ്റോക്ക് 100 രൂപയ്ക്ക് മുകളിൽ ഇന്നത്തെ ദിവസം പോയിട്ടില്ല, അതിനുശേഷം താഴോട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന സ്റ്റോക്കുകൾ ഡൗൺ സൈഡിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്തതും അതിന്റെ ലോ പോയിട്ടുള്ളതും സെയിം ആണ്. അതായത് 100 രൂപയ്ക്ക് ഓപ്പൺ ആയ ഒരു സ്റ്റോക്കിന്റെ ഇന്നത്തെ ലോ എന്ന് പറയുന്നത് 100 ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഇന്നത്തെ ദിവസം അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരു സ്റ്റോക്ക് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കായി താഴോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിനകത്ത് ലൈക്ക് ബയേഴ്സ് സ്ട്രെങ്തൻ ആയിട്ടുണ്ട് എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഫർദർ ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇതിന്റെ റെക്കോർഡ് സെഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റീസിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റിന്റെ ബാക്കി റിമൈനിങ് അപ്ഡേഷൻസും നമ്മുടെ ഡിസ്കോഡ് ചാനലിനകത്ത് വരുന്നതാണ്. സോ ഇന്നത്തെ ദിവസം ഈ ഒരു സെഷനകത്ത് ജോയിൻ ചെയ്ത എല്ലാവർക്കും വളരെ വലിയൊരു ബിഗ് താങ്ക്സ്. സോ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. സോ ദിസ് ഈസ് സൂര്യ സൈനിങ് ഔട്ട്. താങ്ക് യു, ബൈ.